ആനന്ദാതിരേകത്താൽ മുസ്ലിയാർ അള്ളാഹുവിനെ സ്തുതിച്ചു. അനേകം മൈലുകൾ പിന്നിട്ടു. ഇപ്പൊ പറക്കുന്നത് കടലിന്റെ മീതെയാണെന്ന് മുസ്ലിയാർക്ക് ബോധ്യമായി. ഫ്ലൈറ്റ് ഇങ്ങനെ പോവാണ്. മാത്രല്ല അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഗൾഫ് എയർലൈൻസിലുള്ള യാത്രയേക്കാൾ സുഖകരമായിട്ടാണ് പറക്കുന്നത്. മനസ്സിലാക്കണം, ഞാൻ പറയല്ല ഇതിൽ പറയാണ്. ഗൾഫ് എയർലൈൻസിലുള്ള യാത്രയേക്കാൾ മൂപ്പര് മുഹമ്മദ് മൗലിയർ ഇവിടുത്തെ നമ്മൾ അയിലക്കാട്ടെ മാമൂസിലേർ ഇങ്ങനെ പറക്കുകയാണ് ഈ വന്ന ആളെ കൂടെ. പെട്ടെന്നാണത് സംഭവിച്ചത്. ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്നത് കടലിന്റെ മീതെ. ജിദ്ദക്കല്ലേ? ജിദ്ദക്ക് പോകുമ്പോ കടൽ കിടക്കണ്ടേ? കടലിന്റെ മീതെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നതാ യാത്രയുടെ നിയന്ത്രണം ഒരു താറുമാറായി. മുസ്ലിയാർക്ക് പറക്കുവാനുള്ള കഴിവിങ്ങനെ നഷ്ടപ്പെടുന്നു. മുസ്ലിയാർ താഴോട്ട് വരുമെന്ന് തോന്നി. കൈകാലുകൾ കുഴയുന്നു. താഴോട്ട് ഇങ്ങനെ കുതിക്കുന്നു. കുഴഞ്ഞു താഴേട്ട് വരുന്നു. ആ അവസ്ഥയിൽ മുസ്ലിയാർ ഒരൊറ്റ വിളി, യാ ശൈഖി യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഒരൊറ്റ വിളി മൂപ്പര് പറക്കുന്നതിനിടയിൽ മരണവക്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് അദ്ദേഹം വിളിച്ച് അട്ടഹസിച്ചു. അപ്പൊ എന്താ ഉണ്ടായത്? വല്ലേ നീലെത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന പാട്ടും പാടിയിട്ട് പെട്ടെന്ന് ആ മറഞ്ഞുപോയ മഹാത്മാവ് മുസ്ലിയാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുറച്ചുനേരം ആളൊപ്പം ഉണ്ടായില്ല. ഈ വന്ന ആള് കുറച്ചു നേരം ഉണ്ടായില്ല. അപ്പോ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഏതാണ്ട് ഇങ്ങനെ റഡാർ വിട്ടു, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോരുകയാണ്. ആ സമയത്ത് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊരൊറ്റ വിളി, എന്നെ രക്ഷിച്ചോളി, എന്നെ കാത്തോളി ശൈഖേ എന്നങ്ങോട്ട് പറയലും. അപ്പോഴേക്ക് എന്തായി? അപ്പോഴേക്ക് ഈ കാണാതായ ആള് പതുക്കെ പെട്ടെന്ന് തന്നെ വന്നു. മുസ്ലിയാർക്ക് കൂടെ പറക്കാനുള്ള കഴിവ് വീണ്ടും കിട്ടി. അങ്ങനെ വിശാലമായി, ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, വിശാലമായ സമുദ്രമൊക്കെ കടന്ന് ജിദ്ദയിലിറങ്ങി. രണ്ടാളും കൂടി ജിദ്ദയിലിറങ്ങിയെന്ന് മാത്രല്ല, നേരെ പോയിട്ട് ഹവ്വാ ഉമ്മ ബീവിയുടെ ഖബർ ആദരപൂർവ്വം സിയാറത്ത് ചെയ്തു. ഇവർക്ക് മാത്രം അറിയുന്ന ഒരു ഖബറാണ്. ഇവർക്ക് ഇങ്ങനെ ഒരുപാട് ഖബറുണ്ട്. എല്ലായിടത്തും ഉണ്ട് എല്ലാരും പേരിലെ ഖബർ. ഒരു നബിയുടെ പേരിൽ തന്നെ ലോകത്ത് പലയിടത്തും ഖബറാണ്. പല സ്ഥലത്തും ഖബറാണ്. അതിലൊന്നും ഒരു പുതുമല്ല. ഈ പുതിയങ്ങാടി, തിരൂര് പുതിയങ്ങാടിയിൽ 2 ജാറല്ലേ? എന്താ ഈ 2 ജാറുണ്ടാകാൻ കാരണം? യാഹൂത്തങ്ങൾ പാപ്പ മരിച്ചപ്പോ ആർക്കാ ഇത് മയ്യത്ത് കിട്ടേണ്ടതിന് തർക്കം? കാരണം വലിയ വ്യവസായമാണല്ലോ. അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? കക്കിടിപ്പുറത്തുണ്ടായിട്ടില്ലേ? അയിലക്കാട് ഉണ്ടായിട്ടില്ലേ? എവിടെ കിടക്കണം? കുന്നത്തെ പള്ളി കിടക്കണോ? അത് ആ രൂപത്തിലുള്ള ചരിത്രം കക്കിടിപ്പുറത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? കുന്നത്തെ പള്ളി കിടക്കണോ, ദിക്ർ മജ്ലിസ് കിടക്കണോ? 2 കൂട്ടർക്കും വേണം. എന്താ 2 കൂട്ടർക്കും വേണം? കാശ്. ഇതൊരു വലിയ വരുമാനമാണ്. അപ്പൊ ആ രൂപത്തിൽ ഇങ്ങനെ പലരുടെയും ഖബർ ഇവരിങ്ങനെ വല്ലാതെ മഹാനായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോരിൽ അവിടുത്തെ ഖബറാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് മുഴുവൻ ഇവർ വ്യാജ ഖബറുകൾ കാണിക്കുന്നുണ്ട്. പലരുടെ പേരിലും ഇവർ കള്ളജാറങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഹുസൈൻ സലഫി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനെ ചൂണ്ടിയിട്ട് അക്കാണുന്നത് കള്ളജാറമാണെന്ന് പറഞ്ഞു എന്നാണ് എന്നെ കുറിച്ചുള്ള ആരോപണം. ആ മുട്ടൊന്നും ഇപ്പൊ വലിയ പൊട്ടണില്ല. നാദാപുരത്ത് മുപ്പര് വരുന്നില്ല. എന്തോ എന്നറിയില്ല. വരട്ടെ, വന്ന് ഇനിയും പറയട്ടെ. ആദർശം ജനങ്ങൾ പഠിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറയുന്ന സലഫി, സ്വലാത്ത് ചൊല്ലാത്ത സലഫി, അല്ലാഹുവിന്റെ റസൂലിനെ വളരെ വൃത്തികെട്ട ഭാഷയിൽ പറയുന്ന സലഫി ഒക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. ജനത്തിനാണ്ട് ഏഷ്യനില്ല. കാരണം ജന ഇത് നേരിട്ട് കേൾക്കല്ലേ. അബൂജഹലിന്റെ വാദം കേട്ടിട്ട് പലരും നേരത്തെ പറഞ്ഞതുപോലെ കല്ലെടുത്തെറിയാനൊക്കെ വരുന്നുണ്ട്. പക്ഷെ നേരിട്ട് കേൾക്കുമ്പോ കല്ലൊക്കെ താഴെയിട്ട് പിന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണല്ലോ ഉള്ളത്. അല്ലാഹുവേ ഇത് ആരുടെയും പവറല്ല, നിന്റെ സത്യദീനിന്റെ ഹക്കിന്റെ പവറാണ്. ഒരാളുടെയും കഴിവല്ല നാഥ, നിന്റെ സത്യദീനിന്റെ വെളിച്ചത്തിന്റെ പവറാണ്. നീ നിലനിർത്തണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈ ജ്വാല കെട്ടുപോകാതെ നിലനിർത്തണേ റബ്ബേ. കേട്ടോളൂ കഥ. ജിദ്ദയിലിറങ്ങി വാബീവിയുടെ ഖബർ സിയാറത്ത് ചെയ്തു പോലും. അത് കഴിഞ്ഞു ഹറമിൽ പോയി, റൗദാ ഷരീഫിൽ പോയി, അഷ്റഫുൽ ഖൽഖിന്റെ റൗദാ ഷരീഫ് കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ വന്ന ആൾ ചോദിച്ചു, ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകണ്ടേ? മുഹമ്മദ് മുസ്ലിയാരെയും കൂട്ടിയിട്ട് വന്നയാള് എന്ത് ചെയ്തു? അതേ ഔസുൽ അഅ്ലമിന്റെ നാടായ ബഗ്ദാദിലേക്ക് പറന്നു.
ഇറാഖിലെ ബഗ്ദാദിലെ ദർഗയും അഹ്മദുൽ കബീർ റിഫായിയുടെ പുണ്യമക്ബറയും സന്ദർശിച്ച ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു. ഞൊടിയിട കൊണ്ടവർ നാട്ടിലെത്തി. മുസ്ലിയാരെ പുറപ്പെട്ട സ്ഥലത്തെത്തിച്ച ശേഷം ആ പുണ്യാത്മാവ് സലാം ചൊല്ലി അങ്ങോ മറഞ്ഞുപോയി. മുഹമ്മദ് മുസ്ലിയാർ തിരിച്ചു വന്നു നോക്കുമ്പോൾ നമ്മളെ പഴുനാന ഉമ്മറാജി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇരുട്ടത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഈ മുഹമ്മദ് മുസ്ലിയാരെ ഉമ്മറാജി കണ്ടപ്പോൾ ചോദിക്കുകയാണ്, നിന്റെ സംശയം തീർന്നില്ലേ? അപ്പോഴാണ് ഇയാൾക്ക് ബോധ്യമായത്, എന്നെ കൊണ്ടുപോയത് മുഹീദ്ദീൻ ശൈഖാണ്. പച്ചക്കുപ്പായമിട്ട് പുറത്തു നിന്ന് എന്നെ നീട്ടി വിളിച്ച് പുഞ്ചിരി തൂകി എന്നെ കെട്ടിപ്പിടിച്ച് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അടുത്തേക്ക് സിയാറത്തിന് കൊണ്ടുപോയി. അവിടെ നിന്ന് ജിദ്ദയിലേക്ക് പറന്നു, അവിടെ നിന്ന് ഇറാഖിലേക്ക് പറന്നു, അവിടെ നിന്ന് പലയിടത്തേക്കും സഞ്ചരിച്ച് ഞൊടിയിട കൊണ്ട് ഇവിടെ എത്തിച്ചത് മുഹീദ്ദീൻ ശൈഖ് തന്നെ. പല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് പറക്കലിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് കടലിലേക്ക് വീഴും എന്ന് വന്നപ്പോൾ യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചപ്പോ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നേതാവാണെന്ന് ബോധ്യമായി പോയി. മുഹമ്മദ് മുസ്ലിയാരുടെ ഈമാൻ ഈ വിഷയത്തിൽ കൂടിപ്പോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, ഇതെങ്ങനെ നമുക്ക് കേട്ട് നിൽക്കാനാകും? ഇതെങ്ങനെ വിശ്വസിക്കാനാകും? ഇത് പ്രചരിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള സഹോദരങ്ങളോട് ഈ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശവുമായി സ്വഹാബത്തിന്റെ ആദർശവുമായി ഇവർക്കെന്താ ബന്ധമുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളം അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പൊ ഈ ആരെങ്കിലും ഇനി വല്ല നീലത്തിന്നു എന്നെ വിളിപ്പോർക്ക് എന്ന് കേട്ട സംശയം തോന്നരുത്. വിളിച്ചാ വെളിപ്പുറത്തെത്തുന്നു മാത്രല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഈ മനുഷ്യനെ എവിടെ വെച്ച് വിളിച്ചാലും മൂപ്പർക്ക് കൂട്ടുകാരാരാണ്? പാമ്പുകളാണ്. സയ്യിദിനെ കാണാൻ എപ്പോഴും വീട്ടിലേക്ക് പാമ്പുകൾ വരും. നല്ല മൂർഖന്മാര്, നല്ല വിഷമുള്ള 1-ാം നമ്പർ രാജവെമ്പാല സായനൊക്കെയാണ് മൂപ്പരെ കൂട്ടുകാർ. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ മൂപ്പരെ കണ്ടുപോകും. ഈ പുസ്തകത്തിലുള്ളതാ. മൂപ്പരെ കണ്ടുപോകും. അങ്ങനെ കണ്ടുപോകുമ്പോ വീട്ടിലെ പെണ്ണ് കുട്ടികൾക്കൊന്നും ഇത് അത്ര രസിച്ചില്ല. ഇവർക്ക് പേടിയായി. അപ്പൊ പിന്നെ മൂപ്പര് പറഞ്ഞു, എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. പാമ്പുകൾ പറഞ്ഞു, എന്നാ ഞങ്ങൾ വീട്ടിന്റെ പുറത്ത് നിന്നോളാം, അടുക്ക് കയറുന്നില്ല, വളപ്പിലേക്ക് കയറുന്നില്ല. പിന്നെ മൂപ്പര് ഗേറ്റിന്റെ വീട്ടിന്റെ അവിടെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കാണും. പാമ്പുകളൊക്കെ കണ്ട് തിരിച്ചു പോകും. വലിയ സ്നേഹമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷപ്പാമ്പിനെ കൊല്ലടാന്നാ. വിഷമുള്ള പാമ്പാണ്, കൊന്നു കളയാനാ പറഞ്ഞു. ഇവര് മൂപ്പര് ഭയങ്കര സൗഹാർദ്ദമാണ്. മാത്രല്ല, നീ അതൊക്കെ കേട്ടോളീൻ, ഇവര് എവിടെ സഹായത്തിനുണ്ടല്ലോ, എവിടെ സഹായത്തിനില്ലാത്തത്? എന്തൊക്കെ പൊട്ടത്തരങ്ങളുണ്ടോ അതൊക്കെ ഈ കൗമ് വിശ്വസിക്കാൻ, അവരെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ, അങ്ങോട്ട് നേർച്ചകൾ കിട്ടാൻ, അങ്ങോട്ട് വഴിപാട് കിട്ടാൻ, അങ്ങോട്ട് കാശുകൾ ഒഴുകാൻ വേണ്ടി ഈ സമുദായത്തെ പറഞ്ഞു പറ്റിച്ച മറ്റൊരു കഥ എന്താണ്? ഒരു ഹെഡിങ് നോക്കൂ, ആഴിയിൽ ഒരു അത്ഭുത മത്സ്യം. അതെന്താണെന്നറിയോ? ഞാൻ ചുരുക്കി പറയുന്നത് വായിക്കാൻ നേരല്ല. കടലിൽ പോകുന്ന ഈ പരിസരത്തൊക്കെ ഉള്ള പൊന്നാനി ഭാഗത്തൊക്കെ ഉള്ള മത്സ്യത്തൊഴിലാളികൾ മൂപ്പരോട് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ മീനൊന്നും കിട്ടാല്ല, മീനൊക്കെ വളരെ കുറവാ. അപ്പൊ ഇയാള് പറഞ്ഞു, സാരല്ല, ഞങ്ങൾ കടലിൽ പോയിക്കോ, ഇന്ന് കൂടുതൽ മത്സ്യം കിട്ടും. എന്നിട്ട് പറഞ്ഞു, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മീൻ പിടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു വലിയ മീൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും, അതിനൊന്നും ചെയ്യരുതിട്ടാ, അതിനൊന്നും ഉപദ്രവിക്കരുത്. വലിയൊരു മീൻ അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ ഓടനുണ്ടാവും, ഒന്നും ചെയ്യരുത് എന്ന് ഇയാള് വന്നവരോട് പറഞ്ഞു. ശൈഖുനായുടെ വാക്ക് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ശൈഖുന പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു. താമസം വിനാ അവർ കടലിൽ പോയി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു. പതിവിന് വിപരീതമായി എവിടെ നോക്കിയാലും മത്സ്യങ്ങളാണ് അവർക്ക് കാണുന്നത്. കടലിൽ മീനോട് മീനിന്റെ ചാകര, എവിടെയും മീനാണ്. ആവേശത്തിമർപ്പോടെ അവർ തോണിയിൽ മത്സ്യം കോരി നിറക്കുകയാണ്. അപ്പോഴാണ് ആ മത്സ്യങ്ങൾക്കിടയിൽ ഒരു വലിയ മത്സ്യം നടക്കുന്നത് കണ്ടത്. ഇയാള് പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചിരിക്കുന്നു. ഒരു വലിയ മീൻ ഇങ്ങനെ അതിന്റെ അടിയിൽ കൂടി നടക്കുന്നുണ്ട്. വലിയ മത്സ്യത്തെ ഉപദ്രവിക്കരുതെന്ന ശൈഖുനായുടെ പ്രവചനം മീൻ കൊതിയന്മാരായ അവർ മറന്നുകളഞ്ഞു. മീനെ കണ്ടപ്പോ ആവേശമായി, ഭയങ്കര കിലോ ഉള്ള സാധനമാണല്ലോ, ഇതിപ്പോ കിട്ടിയാല് എങ്ങനെ ഇപ്പൊ ഇത് ഒഴിവാക്കുക
എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? ഇനി കേട്ടോ, കയ്യിലുണ്ടായിരുന്ന ഉളിയ വലിയ മീനിന് നേരെ അവർ എറിഞ്ഞു. ആ മീനിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉളിയേറ് നടത്തി. അപ്പോഴേക്കും ആ വലിയ മത്സ്യം അപ്രത്യക്ഷമായിരുന്നു. ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ്. മത്സ്യബന്ധനം കഴിഞ്ഞ് ഉദ്ദേശിച്ചതിലധികം ലാഭം കിട്ടിയവർ ശൈഖുനാനെ സമീപിച്ചു. ശൈഖുനാന്റെ അടുത്തേക്ക് അവർ വരികയാണ്, വലിയ സന്തോഷത്തിൽ വരികയാണ്. അവരെ കണ്ടപ്പോൾ ശൈഖുന ചോദിച്ചു, വലിയ മത്സ്യത്തെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്? ഏത് കുപ്പായം ഊരിയിട്ട് കാണിച്ചു കൊടുത്തു. കുപ്പായം പൊന്തിച്ച് പുറം കാട്ടിക്കൊടുത്തു. പുറത്ത് ഉളിയേറ് കൊണ്ട ഒരു മുറിവ് കണ്ടപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. ആ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ വലിയ മത്സ്യമായി നടന്നിരുന്നത് ശൈഖുന ആയിരുന്നു. എന്താ കഥ! നല്ല ഉഷാറല്ലേ, നല്ല സുന്നത്ത് ജമാഅത്തല്ലവര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ ഖതീബേ? ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ? മുജാഹിദ് നരകത്തിലാണെന്ന് പ്രസംഗിക്കുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, എവിടെ ചാൻസ് കിട്ടിയാലും, അതേ മരിച്ചയിടത്താണെങ്കിലും കല്യാണ പന്തലിലാണെങ്കിലും എവിടെയാണെങ്കിലും മുജാഹിദ് നരകത്തിലാണെന്ന് പറയാതെ ഉറക്കു വരാത്ത മുസ്ലിയാരെ നിങ്ങൾക്ക് തെളിയിക്കാനാകുമോ? ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണോ? ഇതാരുടെ വിശ്വാസമാണ്? ഇതാരുടെ ആദർശമാണ്? ഇതിലൂടെ നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ഈ സമൂഹത്തോട് നൽകുന്ന മെസ്സേജ് എന്താണ്? ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ വന്നാലും, ജീവിതകാലത്താണെങ്കിലും മരണത്തിന്റെ ശേഷമാണെങ്കിലും അയിലക്കാട്ട ശൈഖിനെ വിളിച്ചോളണം, ഖാദിരിയെ വിളിച്ചോ, നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഇത് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഈ നിലക്കുള്ള ഒട്ടേറെ കഥകളല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? സമയദൈർഘ്യം ഭയക്കുന്നതിനാൽ ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ ഈ സമുദായം എത്ര ഇരുട്ടിലാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പറയാനേ കഴിയൂ. നീ തന്ന ഇൽമ കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരാൾക്കും ഇവിടെ ലക്ഷങ്ങൾ വാരിക്കൊടുത്തിട്ടല്ല ഈ ആളുകൾ കൂടിയത്. മുസ്ലിയാർക്ക് അങ്ങനെയും ഒരഭിപ്രായമുണ്ട് പോലും. ലക്ഷങ്ങൾ വാരി വെതറുന്നു. അതേ പണക്കൊഴുപ്പിൽ ഇവർ മുജാഹിദുകൾക്ക് ആളെ ഉണ്ടാക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുസ്ലിയാർ സുഹൃത്തേ, നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പാവപ്പെട്ട ജനങ്ങളോട് നിങ്ങൾ ഇനിയും ഇത് പറയല്ല. മുജാഹിദുകൾ ഒരിക്കലും ലക്ഷങ്ങൾ വാരി വിതറിയിട്ട് ആളെ കൂട്ടാറില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ വാരി വിതറാറുണ്ട്, ഞങ്ങളിങ്ങനെ കോരിച്ചൊരിയാറുണ്ട്. ലക്ഷങ്ങളല്ല, ലക്ഷ്യങ്ങളാ ഞങ്ങൾ വാരി വിതറുന്നത്. പടച്ച റബ്ബ് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ ലക്ഷ്യങ്ങൾ ഞങ്ങൾ ഓതും, ഹദീസിലെ ലക്ഷ്യങ്ങൾ ഞങ്ങൾ വാരിക്കോരി ഇങ്ങനെ കൊടുക്കും. അത് ഞങ്ങൾക്ക് അള്ളതന്ന ഇൽമനുസരിച്ച് വിനീതരായ ഞങ്ങൾ എല്ലാവരും പടച്ച റബ്ബേ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ന നിലക്ക് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ അതേ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ആയത്ത് ഹദീസുകളാകുന്ന ലക്ഷ്യങ്ങൾ വാരിവതറുന്നു. ഈമാനുള്ള ഉമ്മമാര് അത് കോരിക്കേൾക്കുന്നു, ഉപ്പമാരത് സ്വീകരിക്കുന്നു, സഹോദരങ്ങൾ അത് വാരിപ്പുണരുന്നു, അവരത് സ്വീകരിക്കുന്നു. ലക്ഷങ്ങളല്ല, ലക്ഷ്യങ്ങളാ ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിന്റെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണില്ലല്ലേ? എന്ത് കേൾക്കണ്ടെന്ന് പറഞ്ഞാലും ജനം കേൾക്കന്നെയാണ്, വരണ്ടാന്ന് പറഞ്ഞാലും വരന്നെയാണ്, പോകരുത് എന്ന് പറഞ്ഞാലും പോകന്നെയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതാരുടെ കഴിവാ? ഇതാരുടെ മഹത്വമാണ്? ആരുടെ പ്രത്യേകതയാണ്? നാഥാ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, നിന്റെ കഴിവാണ്, നിന്റെ ആദർശത്തിന്റെ കരുത്താണ് നാഥാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇതിനെ തടയിടാൻ ഈ ശക്തമായ മലവെള്ളപ്പാച്ചില് പോലെ ജനം ഒഴുകുമ്പോൾ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ഒരു ഗ്ലാസ് വെള്ളം അതിൽ നിന്ന് മുക്കിയാൽ ഈ ചിറയെ തടഞ്ഞു നിർത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ, ഈ ഒഴുക്കിന് ചിറകെട്ടാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി
ബിഅഫ്വാഹിഹിം, ഈ പ്രകാശത്തെ അവർ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെടുന്നു. പടച്ച റബ്ബിന്റെ തൗഫീഖാണ്. ഈമാനുള്ള മുസ്ലിമീങ്ങളെ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കൂ, ഈമാനിനെ നിലനിർത്തൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ ആദർശത്തെ നെഞ്ചിലേറ്റി നടക്കൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവര് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് എത്ര ദൂരെയാണ്. ഈ രൂപത്തിലുള്ള എല്ലാ തിന്മകളിലേക്കും ജനങ്ങളെ നയിക്കാൻ കാരണമായി തീരുന്നത് അള്ളാഹുവിന്റെ റസൂൽ അതേ ശപിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു മഹാത്മാവിന്റേതാണെങ്കിലും ഖബർ ആരാധനാ കേന്ദ്രമാക്കരുത്, മസ്ജിദാക്കരുത്, അവിടെ ആരാധനകൾ നടത്തരുത്, അവിടെ അവരോട് വിളിച്ചു തേടലടക്കമുള്ള എല്ലാ രൂപത്തിലുള്ള അനിസ്ലാമികമായ കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആശയം വരുന്ന കാര്യങ്ങൾ ഈ സമുദായത്തോട് പഠിപ്പിച്ചപ്പോൾ അതിന് ചെവി കൊടുക്കാതെ രാജ്യത്തുടനീളം ദർഗകളും അതേ ഖബറുകളും കെട്ടിപ്പൊക്കിയിട്ട് ഈ സമുദായത്തെ ശിർക്കിലേക്ക് നയിക്കാൻ കാരണമായില്ലേ? ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അതേ പരിസരങ്ങളിൽ എത്രയാണ് ഈ രൂപത്തിൽ ശിർക്കിലേക്ക് നീങ്ങാൻ ആളുകളെ കെണിയിൽ കൊടുക്കാൻ വേണ്ടി പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ ഒരു ജാറും, അതേ അയിലക്കാട്ടൊരു ജാറും, പുതുവന്നാനി ബീവിയുടെ പേരിൽ ഒരു ജാറും, ആരാണ് എന്താണെന്ന് പോലും അറിയാത്ത പുതുവന്നാനിയിലെ ഈ അടിഞ്ഞീവി എന്നല്ലാതെ, അടിഞ്ഞീവി എന്ന പേരല്ലാതെ വേറൊന്നും പറയാനാവില്ലല്ലോ. ഉരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് അത്, വെളിയങ്കോട്ടും മറുകളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. ഊരും പേരുമൊന്നും അറിയില്ലത്രേ, ശവം കിട്ടിയതാ, ശവം കിട്ടി, ഊരും പേരൊന്നും അറിയില്ല. പിന്നെ എവിടുന്നാടോ നിങ്ങൾക്ക് ഫാത്തിമത്തു സൂറ എന്നുള്ള പേരിട്ടിയത്? ശൈത്താൻ തന്ന വഹി, ശൈത്താൻ തന്ന വഹി. യുഹീ ബഅ്ദുഹും ഇലാ ബഅ്ദി സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. അമ്പിയാക്കൾ പഠിപ്പിച്ച ആദർശത്തിന്റെ ശത്രുക്കൾ എക്കാലവും അവരെന്തു ചെയ്യും? പലതും പറഞ്ഞു പ്രചരിപ്പിക്കും, പല രൂപത്തിലുള്ള ദുർബോധനങ്ങളും അവർ നടത്തും. അങ്ങനെ ഒരു തെളിവുമില്ലാത്ത മുനമ്പത്തെ ജാറമെന്ന് എന്തേ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും വരുമാനമല്ലേ? ആയിരങ്ങൾ സമ്പാദിക്കുന്നുവല്ലേ? ജാറം കെട്ടിയില്ലേ? തുണി കൊണ്ട് മൂടുന്നില്ലേ? വിളക്ക് കത്തിക്കുന്നില്ലേ? പുത്തൻപള്ളിയിലും വിളക്ക് കൊളുത്തിയിട്ടില്ലേ? നിലവിളക്ക് ആരുടെ സംസ്കാരമാ? എത്ര തട്ടുള്ള നിലവിളക്കാണ്. ചിലര് പറയുന്നു വെളിച്ചം കാണാനാണ്. നിങ്ങൾ ആരെയാ പൊട്ടന്മാരാക്കുന്നത്? പിന്നെ എന്തിനാ വൈദ്യുത ദീപങ്ങൾ? പിന്നെ എന്തിനാ അവിടെ ബൾബും ട്യൂബുകളും ഒക്കെ? അപ്പൊ വെളിച്ചം കാണാനല്ല, വെളിച്ചം കാണാനല്ല നിലവിളക്ക്. പിന്നെ എന്തിനാണ്? നിലവിളക്കിൽ എണ്ണയൊഴിച്ച് കത്തിച്ചാൽ കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്കറിയാ എന്തിനാ ഞാൻ നേർച്ച നേർന്നത്, എന്തിനാ വിളക്ക് കൊളുത്തിയത്, എന്തിനാ ജാറം മൂടിയത്, എന്തിനാ ഞാൻ ഇവിടെ വന്നത്. എന്റെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങളെല്ലാം കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് അതേ മുഹീദ്ദീൻ മാലയിലാണ് പാടുന്നതെങ്കിലും കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ കുറിച്ചും നിങ്ങളുടെ വിശ്വാസം അതല്ലേ? മുനമ്പത്ത് അടിഞ്ഞീവി എന്ന ശവത്തെ കുറിച്ചും വിശ്വാസം അതല്ലേ? അതേ അയിലക്കാട്ടുള്ള ജാറത്തിലുള്ള ആളെ കുറിച്ചും നിങ്ങളുടെ വിശ്വാസം അതല്ലേ? എല്ലാവരെ കുറിച്ചും അങ്ങനെയല്ലേ മുസ്ലിയാക്കളെ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് വിശ്വസിക്കാനല്ലേ ജനങ്ങളോട് പറയുന്നത്? അതിനെതിരെ പറയുന്നവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെന്നല്ലേ പറയുന്നത്? സത്യത്തിന്റെ ആളുകളെ അസത്യത്തിന്റെ ആളുകളാക്കി മുദ്ര കുത്തുന്നത് അതിന്റെ പേരിലല്ലേ? ഈ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തുമായിട്ട് എന്താണ് ബന്ധം? നബിയും സഹാബത്തും ജീവിച്ച പാത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? മാന അലൈഹിൽ യൗമ വസ്ഹാബി,
അതേ ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് നിലകൊള്ളുന്ന വിശ്വാസാദർശങ്ങളിൽ നിലകൊള്ളുന്നവര് മാത്രമേ രക്ഷപ്പെട്ട കക്ഷിയുള്ളൂ എന്ന് പറയുമ്പോൾ പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഖബർ സിയാറത്തിന് പോയപ്പോഴാ തുണി കൊണ്ടുപോയത്? മൂടാനുള്ള തുണി കൊണ്ടുപോയത്? ഏത് സിയാറത്തിന് പോയപ്പോഴാ വിളക്ക് കൊളുത്തിയത്? ഏത് സിയാറത്തിന് പോയപ്പോഴാ മുത്തം നൽകിയത്? ഏത് സിയാറത്തിന് പോയപ്പോഴാ തടവിയത്? ഏത് സിയാറത്തിന് പോയപ്പോഴാണ് അവരെ വിളിച്ച് തേടിയത്? ഇനി നബിതങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്നാണോ? എന്നാ പിന്നെ സ്വഹാബത്ത് ചെയ്യണ്ടേ? സ്വഹാബ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്തേക്ക് പോവുകയാണെങ്കിൽ പോലും ഇന്നും ലോക മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള അതേ കിതാബുകളിൽ ഇവർ തന്നെ അംഗീകരിക്കുന്ന നബവി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള മദീനത്തേക്ക് ചെന്നാൽ അതേ ആ ഖബറുള്ള റൂം തൊടാനോ സ്പർശിക്കാനോ ചുംബിക്കാനോ അതിൽ ബർക്കത്തുണ്ടെന്ന് വിശ്വസിക്കാനോ പാടുള്ളതല്ല. അതോടെ വിട്ടു നിൽക്കണം എന്നല്ലേ പറഞ്ഞത്? ലോക നേതാവിന്റെ ആ ഖബർ ഇന്ന് കാണാൻ നമുക്ക് സാധ്യമല്ലല്ലോ. എത്രയോ ചുമരുകൾക്കും ഗ്രിൽസുകൾക്കും അപ്പുറമാണ് അതിന്റെ ഉയരം എത്രയാണ് എന്ന് ഇവരതാ ബർക്കത്തിന് വീടുകളിൽ ഒരു ജാറത്തിന്റെ ഫോട്ടോയും കൊണ്ട് നടക്കുന്നു. ഇല്ല ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഈ മൂന്ന് മഹാന്മാരുടെ ഖബറല്ലേ ആ റൂമിനകത്തുള്ളത്. അത് കണ്ടവരായ സഹാബ കിറാം അതുപോലെ തന്നെ താബിഈങ്ങൾ അവരെ കണ്ടിട്ടെന്താ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്? ആ മൂന്ന് ഖബറുകളും ഞങ്ങൾ കണ്ടപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം അത് ഉയർന്നിട്ടില്ല. ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ ഉയർന്നിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേത് ഉയർത്തിയിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റേത് ഉയർത്തിയിട്ടില്ല. നാദാപുരത്ത് വരുന്ന പേരോട് മുസ്ലിയാരും സമ്മതിച്ചില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്ന് പ്രസംഗിച്ച ക്ലിപ്പുകളില്ലേ? ആ നേതാക്കന്മാരെക്കാൾ വലിയ നേതാവാണോ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ? അതിനേക്കാൾ വലിയ നേതാവാണോ ഐലക്കാട്ടുള്ള സഈദ് സിറാജുദ്ദീൻ? അതിനേക്കാൾ വലിയ നേതാവാണോ ഏർവാടി? അതിനേക്കാൾ വലിയ നേതാവാണോ അജ്മീർ ഹാജ? അതിനേക്കാൾ വലിയ നേതാവാണോ ഇറാഖിലെ ദർഗ? അതിനേക്കാൾ വലിയ നേതാവാണോ മുത്തുപ്പേട്ടയിലെ ആള്? ഈ രൂപത്തിലൊക്കെ അതാ ഒരുപാട് ഇസ്ലാമിന് അന്യമായ ജാറം കെട്ടിപ്പടുക്കലും അവിടെ പട്ടുമൂടലും അവിടെ വിളക്ക് കൊളുത്തലും അവിടേക്ക് പണം നേർച്ചയാക്കലും അവിടേക്ക് കോഴിയെ നേർച്ചയാക്കലും അവിടേക്ക് ആടുകളെ നേർച്ചയാക്കലും അവിടേക്ക് പൂവ് വിതറലും അവിടെ പോയി വിളിച്ച് തേടലും അവിടെ പോയി പൊട്ടിക്കരയലും ആ ഖബറിന്മേൽ മുത്തമിടലും അതിന്മേൽ തടവലും അവരെ വിളിച്ചുകൊണ്ട് അയാ ശുഹദാ, രക്ഷിക്കണേ ശുഹദാക്കളെ. അതെ, ഇവിടെ ഈ മൗലീദ് ഉണ്ടാക്കിയ വ്യക്തി ചില്ലറക്കാരനാണോ? അവരിനി പറയും ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, ആരൊക്കെയോ എന്തൊക്കെയോ എഴുതിവിട്ടെങ്കിൽ ഞങ്ങൾക്ക് ബന്ധമില്ല. ഇല്ല ഇല്ല, അങ്ങനെ ഇനി പറയണ്ട. ഐലക്കാട്ട് മഹല്ല് കമ്മിറ്റിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ രണ്ട് പുസ്തകവും. രണ്ടും പ്രസിദ്ധീകരിച്ചത് ഐലക്കാട്ട് മഹല്ല് കമ്മിറ്റിയാണ്. തീർന്നില്ല. ഈ പുസ്തകത്തിലെ ഒരു പുസ്തകം എഴുതിയതാരാണ്? ശംസുൽ ഉലമാ എന്ന് അപ്പുറത്തുള്ള ആളുകൾ പറയുന്ന ലലാലത്തിലേക്ക് നയിച്ച ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്. ബന്ധം നിങ്ങൾക്കൊരിക്കലും ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാ പറയും അത് ഇവരുണ്ടാക്കിയതാണ്. നമ്മൾ പണ്ട് പറഞ്ഞു, കൊട്ട തട്ടിയവർ കഥ പറഞ്ഞപ്പോൾ അത് ഹുസൈൻ സലഫി ഉണ്ടാക്കിയ മാലയാണ്. പറയുന്നത് കേട്ടാൽ തോന്നും നമുക്ക് മാലയുണ്ടാക്കലാ പണി. നമുക്ക് ഖുർആനും ഹദീസിന്റെയും ലക്ഷ്യങ്ങൾ വാരി വിതറാൻ തന്നെ നേരമില്ലല്ലോ. പിന്നെ നിങ്ങളുടെ പേരിൽ ഇനി ഒരു മാലയുണ്ടാക്കണോ? അതെ, കൊട്ട തട്ടി എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം വന്നില്ല. ഇപ്പോൾ മിണ്ടാ
കളിയാട്ടമില്ല. അതെ, അസ്രായീൽ എന്ന് പറയുന്ന മലക്കിനെ പേടിപ്പിച്ച പാരമ്പര്യം പോലും ഉണ്ടെന്നല്ലേ വിശ്വസിക്കുന്നത്? ഒരാളതാ അങ്ങാടിയിലേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇവര് എഴുതി വിടുന്ന ഇവരുടെ പുസ്തകങ്ങളിലുള്ളതാണ്. അതെ, ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ഇങ്ങനെ റോട്ടിലൂടെ നടക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി പോലും. അങ്ങനെ കളിയാക്കിയപ്പോൾ ഔലിയപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ചു. 19 കുട്ടികളുണ്ട് എന്നാ പറയുന്നത്. ഔലിയപ്പാപ്പ പറഞ്ഞു പോലും, ഓ അസ്രായീലേ, ഈ ചെക്കന്മാര് എന്നെ കളിയാക്കുന്നു. ഇപ്പൊ തന്നെ ഈ 50 എണ്ണത്തെയും കൊന്നു തന്നിട്ടില്ലെങ്കിൽ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും കേട്ടോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയ സഹോദര, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂ? ഈ സമൂഹത്തെ നമുക്ക് നന്നാക്കണ്ടേ? നമുക്ക് ഇവരെ നന്നാക്കണ്ടേ? നമുക്ക് ഇവരെ രക്ഷപ്പെടുത്തണ്ടേ? പ്രിയപ്പെട്ടവരെ, സമൂഹമേ ചിന്തിക്കൂ. നിങ്ങളുടെ പേര് അപരാധം പറയുകയല്ല, രേഖകളാണ് സംസാരിക്കുന്നത്. രേഖകളാണ് സംസാരിക്കുന്നത്, ഗ്രന്ഥങ്ങളാണ് സംസാരിക്കുന്നത്. അതെ, വലിയ പുണ്യമുണ്ടെന്ന നിലയ്ക്ക് എഴുതിവിട്ട ഗ്രന്ഥങ്ങൾ. ജൂതന്മാര് ചെയ്തതുപോലെ, നസറാണികൾ ചെയ്തതുപോലെ സ്വന്തം കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ അള്ളാഹ് ഇറക്കി തന്നതാണെന്ന് പറഞ്ഞ് വിറ്റ് പാമരജനങ്ങളുടെ ഈമാനും പണവും പോക്കറ്റടിച്ച ജൂത റബ്ബിമാരെ പോലെയുള്ള സ്വഭാവം ചെയ്ത ആളുകൾ അവര് പറയുന്നു, ഈ രൂപത്തിൽ മലക്കിനോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ മലക്ക് പേടിച്ചുപോയി. സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന കാര്യം ഓർക്കാൻ കഴിയുമോ? എന്ത് ചെയ്തു? ഉടനെ നടപ്പിലാക്കി. ബാക്കി എന്താ സംഭവിച്ചത്? ഫസ്ബഹു മൗതാ അജ്മഈൻ. 50 കുട്ടികളും മയ്യത്തായി വീണു. അതാ ഞങ്ങളോട് കളിച്ച പേടിപ്പിക്കേണ്ടവരെ. ഇവർക്ക് ഈ ജനങ്ങളെ പേടിപ്പിക്കണ പണിയത്. അയലക്കാട്ടെ പറ്റി ഒന്നും പറയരുത്. അവരെ വിളിച്ച് തേടുന്നത് തെറ്റാന്ന് പറയരുത്. അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവിടേക്ക് നേർച്ച ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയരുത്. ഒറ്റക്ക് കിട്ടും. പിന്നെ അതാണ് പറഞ്ഞ് പേടിപ്പിക്കുക. എന്നിട്ട് ഓരോ കൊള്ളക്കഥ ഇതുപോലെ ഉണ്ടാക്കും. അപ്പൊ ആകെ പ്രശ്നമായില്ലേ? ആളുകളെ പേടിപ്പിക്കാണ്. ഖുർആൻ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ സ്വഭാവം എന്താ? അന്നും ഇന്നുമുള്ള സ്വഭാവം എന്താണ്? വയുഖവ്വിഫൂനക, അവര് നിന്നെ പറഞ്ഞു പേടിപ്പിക്കുന്നു. അവരുടെ കുരുത്തക്കേട് തട്ടും, അവരുടെ ശിക്ഷ നിനക്കിറങ്ങും. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അത് പറഞ്ഞിട്ടുണ്ട്, പലരോടും അത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പതറിപ്പോകണ്ട, അടിയുറച്ചു നിന്നു. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിലതായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് സുന്നത്ത് ജമാഅത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലക്ക് ജനങ്ങളോട് പരിചയപ്പെടുത്തുമ്പോൾ ഇവരെങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് ആരും ഒരു പ്രശ്നമില്ലല്ലോ. ഒരാൾ പറഞ്ഞ്, ഒരൗലിയ പറയണ്. എന്താ ഔലിയ പറയണ്? എനിക്കൊരു പേടിയൊന്നുമില്ല ഖബർ പോണത്. എന്തേ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്താ ഈ ഖൗമ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖബർ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ടുണ്ട്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ആർക്കെങ്കിലും ഖബർ കേട്ടാ ഭയമില്ലാതിരിക്കൂ? ഒരൗലിയ പറയണേ, എനിക്കൊരു പേടിയില്ല. മുൻകർ നക്കീറോ? എനിക്കൊരു പ്രശ്നമില്ല. വല്ലാഹി മുൻകർ നക്കീറിനോടൊക്കെ ഞാൻ മണിയായിട്ട് മറുപടി അറിയാം. ഒരാൾ പറയണേ. അപ്പൊ ഇയാളോട് വേറൊരാൾ ചോദിച്ച് അതെങ്ങനെ നിങ്ങൾ മറുപടി പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുക? അതെങ്ങനെ നിങ്ങൾ മറുപടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുക? കേട്ടോ, എങ്ങനെയാണ് ഞങ്ങൾ അറിയുക? അയാൾ പറഞ്ഞു, എന്നെ മറമാടിയ ശേഷം എന്റെ ഖബറിനരികിൽ നിങ്ങൾ ഇരിക്കുക, നിങ്ങൾക്ക് എന്റെ മറുപടി കേൾക്കാം. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മുൻകർ നക്കീറിന്റെ ചോദ്യം കേട്ടു. മരിച്ചതിന്റെ ശേഷം ആൾക്കാർ ഇങ്ങനെ അടുത്തു പോയി കുത്തിരുന്നപ്പോ മുൻകർ നക്കീർ മൻ റബ്ബുക അമാ ദീനുക അമൻ നബിയുക, ഇയാളിങ്ങനെ. അപ്പൊ ഇങ്ങനെ മറുപടിയായിട്ട് ഇയാൾ എന്താ പറയണേ? നിങ്ങൾ എന്നെ ചോദിച്ച് പേടിപ്പിക്കുകയാണോ? ഇയാളെ മറുപടിയാണ് മൻ റബ്ബുക, നിങ്ങൾ എന്നെ ചോദിച്ച് പേടിപ്പിക്കുകയാണോ? അമൻ നബിയുക, നിങ്ങൾ എന്നെ ചോദിച്ച് പേടിപ്പിക്കുകയാണോ? അമാ ദീനുക, നിങ്ങൾ എന്നെ ചോദിപ്പിച്ച് പേടിപ്പിക്കുകയാണോ? മറുപടി പറഞ്ഞു എന്ന് മാത്രല്ല,
ഈ ആരാ ഞാനെന്ന് നിങ്ങൾ വിചാരിച്ച്? ഞാൻ ആരാന്ന് നിങ്ങൾ വിചാരിച്ച്? ആരാണോ വിചാരിച്ചത്? പറയാ, മഹാനായ അബൂ യസീദുൽ ബിസ്താമിയുടെ മേൽത്തട്ടം പിരടിയിൽ ചുമന്നവനാണ് ഞാൻ. കേട്ടോ, അബൂ യസീദുൽ ബിസ്താമി എന്ന ഹോജ ചുമലിലിടുന്ന തട്ടം എന്റെ ചുമലിലും ഞാൻ ഇട്ടവനാണ്. അപ്പൊ പിന്നെ യസീദുൽ ബിസ്താമിയുടെ കാര്യം എങ്ങനെ ഉണ്ടാകും? അയാളുടെ ചുമലിലിട്ട തട്ടം ഒന്ന് വാങ്ങിയിട്ടപ്പോഴേക്ക് ഇയാൾ മുൻകർ നക്കീറിനെ വരട്ടുന്നു. ഈ നാളെ വന്നിട്ട് ഖതീബേ മറുപടി പറയുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയണം. നിങ്ങൾ മറുപടിയാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ ഏതെങ്കിലും ഈ ഉള്ളവൻ എവിടെയെങ്കിലും പ്രസംഗിച്ച് ഒരു മുറി ഇടും. ഒരു മുറി കണ്ടോ, കള്ളജാറെന്ന് വിളിക്കണത് കണ്ടോ, മുഴുവൻ കേൾപ്പിക്കടോ, മുഴുവൻ കേൾപ്പിക്ക്. ഇപ്പൊ സംസാരിച്ച മുജാഹിദ് ബാലുശ്ശേരി എന്നിട്ട് വരണ്ട എന്തെങ്കിലും ഒരു അര സെക്കൻഡ് ഇടും. എന്നിട്ട് പറ, ഈ തരികിട വേണ്ട, നല്ല ആണത്തത്തോടെ സ്റ്റേജ് കെട്ടിയിട്ട് മറുപടി ഈ പറഞ്ഞീനൊക്കെ പറ. ഈ നാട്ടിലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഉമ്മപെങ്ങന്മാരോടും സഹോദരീ സഹോദരന്മാരോടും പറയുന്നു, ആര് വന്ന് പ്രസംഗിച്ചാലും തരക്കടില്ല, പറഞ്ഞോളണം. ഈ പറഞ്ഞതിനൊക്കെ മറുപടി പറയുന്നുണ്ടോ എന്ന് നോക്കണം. അതൊന്നും പറയൂല. വേറെ വന്നിട്ട് വേറെ ഓരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അവരങ്ങനെ ഒരു നബീനോട് സ്നേഹമില്ല, അള്ളാന്റെ റസൂലിനെ ചീത്ത വിളിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെറി വിളിക്കും, റസൂലുള്ളാഹിയുടെ ജാറത്ത് നോക്കിയിട്ട് നബിയുടെ ഖബറിനെ കള്ളജാറെന്ന് വിളിച്ച ആളാണ്, ആ ആളാ അവിടെ പ്രസംഗിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരു 100 എണ്ണം തെറ്റിദ്ധരിപ്പിക്കും. ഈ ക്ലിപ്പുകൾ ഇടുമ്പോൾ നിങ്ങൾ അപ്പുറം ഇപ്പുറം ഒന്ന് കേൾപ്പിക്കുകയെന്ന് പറയണം. ശരിക്കൊന്ന് മനസ്സിലാക്കിക്കോ. അപ്പൊ മറുപടി പറയാതെ നിങ്ങൾ രക്ഷപ്പെടാൻ ഒരിക്കലും വിചാരിക്കണ്ട. മറുപടി പറയുന്നുണ്ടോ? ഈ പറഞ്ഞതിനൊക്കെ പറയണം. മുൻകർ നക്കീറിനെ വരട്ടുമല്ലേ നിങ്ങളുടെ മലക്കുകളിലുള്ള വിശ്വാസം എവിടെയാ മുസ്ലിയാക്കന്മാരെ? പാവപ്പെട്ട ഈ നാട്ടിലെ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ മുസ്ലിയാക്കന്മാർക്ക് ചോറ് കൊടുത്തിട്ട് നിങ്ങളുടെ മക്കളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ട് മുസ്ലിയാക്കന്മാരെ തീറ്റിപ്പോറ്റിയിട്ട് നിങ്ങൾക്കവർ നരകം തരും. അന്ധവിശ്വാസത്തിലേക്ക് അവർ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്റെ പാവപ്പെട്ട ഉമ്മപെങ്ങന്മാരോട്, ഈ നാട്ടിലെ സഹോദരീ സഹോദരങ്ങളോട് വളരെ വിനയത്തോടുകൂടെ പറയുകയാണ്, നിങ്ങൾ ഇതിൽ ഉത്തരവാദികളല്ല. നിങ്ങൾ ഈ സത്യം കേട്ടിട്ടില്ല, നിങ്ങളെ ഈ സത്യം കേൾക്കാൻ വിടുന്നില്ല. കേട്ടാൽ നിങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് ആരൊക്കെയോ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടുന്നവർക്ക് പോലും മാറ്റമുണ്ടാകുന്ന കാലഘട്ടമാണിത്. അല്ലാഹുവാണ് നമ്മുടെ സംരക്ഷകൻ, അല്ലാഹുവാണ് നമ്മുടെ വിധികർത്താവ്, അള്ളയാണ് നമ്മുടെ ഏറ്റവും വലിയ രക്ഷാധികാരി. പടച്ച റബ്ബല്ലാതെ നമ്മൾക്കൊരു സഹായിയില്ല. ആ ബോധത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചില്ലറ കാര്യമായി ഇതൊക്കെ, ചില്ലറ സംഗതി അതൊക്കെ. മുൻകർ നക്കീറിനെ വരട്ടുകയാണ് പോലും. നിങ്ങൾ എവിടെയാ എഴുതിയിരുന്നോ? നിഷേധിക്ക് വന്നിട്ട് നിങ്ങൾ നിഷേധിക്ക്. ആധികാരികമായി നിങ്ങളുടെ രേഖയിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്, നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്. പറഞ്ഞില്ലാന്നൊന്നും പറയണ്ട, സുന്നി വോയിസിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്. ജനങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇവർക്ക് മലക്കുകളിൽ വിശ്വാസമുണ്ടോ? മലക്കിനെ വരട്ടിയിട്ട് 50 കുട്ടികളുടെ റൂഹ് പിടിപ്പിക്കാൻ മാത്രം ധാർഷ്ട്യം കാണിക്കുന്ന ഒരു ഔലിയൊക്കെ സുന്നത്ത് ജമാഅത്തിന് പരിചയമില്ല. ഒരു നേതാവും അങ്ങനെ ചെയ്തിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട, മലക്കുകളെ കണ്ട നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർക്ക് ആ നേതാവുമായിട്ട് എന്ത് ബന്ധമാവുള്ളത്? സ്വഹാബത്തുമായിട്ട് എന്ത് ബന്ധമാവുള്ളത്? എന്ത് ബന്ധമാണ് കൂട്ടരെ നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തുമായിട്ടുള്ളത്? മുൻകർ നക്കീറിനോട് ഞാൻ മറുപടി പറയുമെന്ന വീരവാദം ഒന്ന്, അതോടുകൂടെ ഔട്ടായില്ല ഇസ്ലാമില്ലെന്ന്. എന്റെ ഖബറിൽ ഞാൻ എത്തിയാൽ മലക്കുകൾ എന്നോട് ചോദിക്കുമ്പോൾ അതേ ഖബറിൽ രക്ഷ കിട്ടുമോ ശിക്ഷ കിട്ടുമോ എന്നെനിക്കറിയാത്തത് കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മുസ്ലിമീങ്ങളോട് പഠിപ്പിക്കുന്നു, നിസ്കരിക്കുന്ന മുസ്ലിമത്തെ ഖബറിൽ അദാബുണ്ട് കേട്ടോ, ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിന്റെ അദാബ് സഹിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തേടിയിട്ടുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തേടിയിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തേടിയിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തേടിയിട്ടുണ്ട്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി തേടിയിട്ടുണ്ട്, റംല ബീവി തേടിയിട്ടുണ്ട്, ഉമ്മു സലമത്ത് ബീവി തേടിയിട്ടുണ്ട്. ഓ ഉമ്മമാരെ, നമ്മുടെ മുഴുവൻ നേതാക്കളായ സർവ്വ സ്വഹാബത്തും ഖബർ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നമ്മളെക്കാൾ
നമ്മളൊക്കെ വലിയ മഹാന്മാര്, അതേ റളിയല്ലാഹു അൻഹും പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. അല്ലാഹ് അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അവരല്ലാഹനെയും പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട നേതാക്കളാണ്. അവർക്ക് പോലും ഖബറിലെ ശിക്ഷയെ പേടിയാണ്, മുൻകർ നക്കീറിന്റെ വരവ് പേടിയാണ്, ഉത്തരം കൊടുക്കാൻ കഴിയുമോ എന്ന് പേടിയാണ്. എന്നിട്ടിതാ ഇവര് പരിചയപ്പെടുത്തുന്ന ഹോജ വെല്ലുവിളി സ്വരത്തിൽ പറയുന്നു, മുൻകർ നക്കീറിനോട് ഞാൻ മറുപടി പറയും, കേൾക്കണമെങ്കിൽ എന്റെ ഖബറിന്റെ സമീപത്ത് വന്നോ. അങ്ങനെ കേൾക്കുന്ന സന്ദർഭത്തിലതാ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വരുന്നോ എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ട് വിരട്ടുന്ന ഒരു മുസ്ലിം ഉണ്ടാകുമോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 1000 തവണ റബ്ബിനെ ഓർത്തുകൊണ്ട് തൗബ ചെയ്തോ, ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് മടങ്ങിക്കോ. മലക്കുകളിൽ വിശ്വാസം ശരിയല്ലെങ്കിൽ മുഅ്മിനാണോ? നബിമാരിൽ വിശ്വാസം ശരിയല്ലെങ്കിൽ മുഅ്മിനാണോ? മലക്കുകളെ കുറിച്ച് ഇങ്ങനെയാണ് വിശ്വാസമെങ്കിൽ നബിയെ കുറിച്ച് എങ്ങനെയാ വിശ്വാസം? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകളെ ചിന്തിക്കൂ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എത്രയാ നിന്ദിച്ചത്? മുജാഹിദുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു വരുത്തുന്നു, നബിയെ നിന്ദിക്കുന്നവരാണ്, നബിയെ കുറ്റം പറയുന്നവരാണ്. നേതാവായ ഞങ്ങളുടെ ഹബീബിനെ കുറിച്ച് ഞങ്ങൾ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ കുറിച്ച് ഖുർആനിലില്ലാത്ത ഒരു കാര്യം, അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു കാര്യം, ഓ സഹോദരാ, ഇന്ന് വരെ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. ദുനിയാവിലും വലിയ സ്ഥാനമുള്ള നേതാവാണ്, ആഖിറത്തിലും വലിയ സ്ഥാനമുള്ള നേതാവാണ്. ലോക മുസ്ലിമീങ്ങളതാ എവിടെയുണ്ടോ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും 5 നേരത്തെ ബാങ്ക് വിളി മുടങ്ങുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞ ഉടനെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇത് പറയാത്തൊരു ബാങ്കാണോ? ഇഖാമത്താണോ? നിസ്കാരമാണോ? അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന നേതാവ്, പേര് കേട്ടാൽ അവിടുത്തേക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കപ്പെടുന്ന നേതാവ്, ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാ ഉത്തമമായ സ്ഥാനങ്ങളുമുള്ള നേതാവ്, ഖബറിൽ നിന്ന് ആദ്യമായി മഹ്ശറിലേക്ക്, അതേ ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് ആദ്യം മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നേതാവ്, അതുപോലെ തന്നെ ആ നേതാവിന്റെ പോരിശകൾ എത്രയാണ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് പടച്ച റബ്ബിന്റെ അനുമതി പ്രകാരം സ്വർഗത്തിന്റെ വാതിൽക്കൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ വാതിൽക്കൽ പോയി അതേ വാതിൽ മുട്ടുമ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുന്നു, ആരാണ് താങ്കൾ? ഉടനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനാണ്, മുഹമ്മദാണ്. ആ സന്ദർഭത്തിൽ മലക്കിന്റെ മറുപടി, അതേ താങ്കൾക്കല്ലാതെ മറ്റൊരാൾക്ക് ആദ്യമായിട്ടിത് തുറന്നു കൊടുക്കരുതെന്ന് എന്നോട് കൽപ്പനയുണ്ട്. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാമത്തെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുജാഹിദുകൾ നിന്ദിച്ചുവെന്നോ, മുജാഹിദുകൾ കുറ്റം പറഞ്ഞുവെന്നോ? ചോദിക്കട്ടെ, ഈ കഴിഞ്ഞയാഴ്ച കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് അതേ നിങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗം, ഈ കെ സമസ്തക്കാരെന്ന് പറയുന്ന വിഭാഗം, ചേളാരിക്കാരെന്ന് കാന്തപുരക്കാരി ഇങ്ങോട്ട് വിളിക്കുന്ന അതേ ചേളാരി വിഭാഗം സമസ്തക്കാര് ഒരു യോഗം വെച്ചില്ലേ? പ്രവാചകനെ നിന്ദിക്കുന്നവർക്കെതിരെ സമരം പ്രഖ്യാപിച്ച യോഗമാണ്. ആർക്കെതിരെയാ സമരം പ്രഖ്യാപിച്ചത്? ആരാണ് പ്രവാചകനെ നിന്ദിച്ചത്? കാന്തപുരമതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവിടുത്തെ മുടിയല്ലാത്തവര് മുടിയും കൊണ്ട് വന്നിട്ട് ഇത് നബി തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ നിന്ദിക്കുന്നു. എവിടെ നിന്നോ കൊണ്ടുവന്ന ബോംബെയിലെ ഏതോ മാർക്കറ്റിൽ നിന്ന്, ഏതോ ഒരു ജാലിയവാലയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന നെടുനീളൻ മുടിക്കെട്ടിൽ നിന്ന് ഒരു മുറിയങ്ങ് മുടിച്ചു നീക്കിയിട്ട് അതേ ഇപ്പോഴും ഇയാൾ പ്രസംഗിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്
മുമ്പ് മടവൂര് CM സെന്ററിന്റെ സമീപത്ത് വെച്ച് കാന്തപുരം നേരിട്ട് പ്രസംഗിക്കുകയാണ്. എന്താണ് പറഞ്ഞതെന്നോ? മർക്കസിൽ ഒരു അതിഥി വന്നുവത്രേ, ഒരു വലിയ ആളാണത്രേ. വന്നപ്പോൾ ഈ അടുത്ത ദിവസം അയാൾ നിർബന്ധം പിടിച്ചുവത്രേ, എനിക്കാ മുടിയൊന്ന് കാണണം. കാന്തപുരം പ്രസംഗിക്കുക. ഞാൻ പടച്ച റബ്ബേ, ഞാൻ ആ മുടി അങ്ങ് തുറന്നു. ഇയാൾക്ക് നിർബന്ധം സഹിക്കവയ്യാതായപ്പോ ഇയാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം കാന്തപുരം മർക്കസിലെ മുടിയൊന്ന് തുറന്നു നോക്കുമ്പോൾ വിരിഞ്ഞിരിക്കുന്നു, മുടി വിരിഞ്ഞിരിക്കുന്നു. കോയിമുട്ട കോയിക്കുഞ്ഞിനെ വിരിച്ചതല്ല, മുടി വിരിഞ്ഞിരിക്കുന്നു. വിരിയുന്ന മുടിയാണ്, നീളുന്ന മുടിയാണ്, ദിക്റ് കേട്ടാൽ ആടുന്ന മുടിയാണ്. അതേ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് കൊടുത്ത്, അതേ വലിയ രൂപത്തിലുള്ള പബ്ലിസിറ്റിയും കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കളവ് പറയുന്നു. നബി തങ്ങളുടെ പേരിൽ കള്ളം പറയുന്നവന് നരകമല്ലാതെ മറ്റെന്താ ഉള്ളത്? ഇയാൾ എന്തു പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിച്ചോളണം എന്ന നിലക്ക് അനുയായികളതാ കള്ളക്കഥകളിങ്ങനെ ദിവസവും സ്വപ്നം കാണുന്നു. കേട്ട് കേട്ട് മടുത്തൊരുപാട് സ്വപ്നം ഉണ്ടാവും. അതൊന്നുമല്ല ഞാൻ പറയേണ്ടത്. ഒരു ലേറ്റസ്റ്റ് ഉണ്ട്, പുതിയതൊന്നുണ്ട്. അതെന്താണെന്നറിയോ? ഓ മുജാഹിദുകളെ, വിഘടിതരെ, നിങ്ങൾക്കല്ലേ കാന്തപുരം ഉസ്താദ് നിസ്സാരക്കാരൻ, ലോകത്തുള്ള ആലിമീങ്ങൾക്ക് വരെ വേണ്ടപ്പെട്ടയാളാണ് പോലും. എന്താണ് തെളിവ്? ഒരു മഹാപണ്ഡിതൻ മദീനത്ത് പോയിട്ട് അങ്ങനെ വിളിക്കുകയാണ് നബിതങ്ങള്, ഖുദ് ബിയദീ ഖുദ് ബിയദീ ഖുദ് ബിയദീ, എന്റെ കൈ പിടിക്കൂ നബിയെ, കൈ ഉയർത്തിത്തരൂ, കൈ തരൂ, കൈ തരൂ, കൈ തരൂ എന്നിങ്ങനെ ഇയാൾ വിളിക്കണം. ഒരുപാട് ആളുകൾക്ക് കൈ ഉയർത്തിക്കൊടുത്ത നേതാവല്ലേ നിങ്ങൾ, കൈ തരൂ, കൈ തരൂ, കൈ തരൂ. നബിന്റെ മദീനത്ത് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇയാളങ്ങനെ കണ്ണു ചിമ്പിയിരിക്കുന്നതിനിടയിലതാ ഒരു കൈ അങ്ങോട്ട് നീണ്ടുവരുന്നു. ഇയാൾ ഉറപ്പിച്ചു, ഇഫായി ശൈഖിന്റെ മുമ്പിലേക്ക് കൈ നീട്ടിക്കൊടുത്ത കൈ. ഫിഹാലത്തിൽ ബുഴ്ദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. അഹ്മദുൽ കബീർ റിഫായി മദീനത്ത് പോയിട്ട് പാട്ടുപാടിയപ്പോൾ കൈ തരൂ നബിയേ എന്ന് പറഞ്ഞപ്പോൾ കൈ അങ്ങോട്ട് പുറത്ത് കിട്ടുവെന്നും അല്ല, പന്താവൂർക്കാരൻ മുസ്ലിയാർ എഴുതിയത് ഖബറിന്ന് നബിതങ്ങൾ തന്നെ പുറത്ത് വന്ന്, മോനെ അഹമ്മദുൽ കബീറേ എന്തും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് ഖബറിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കൗമല്ലേ? ചുരുക്കി പറയട്ടെ, ഈ വലിയ മനുഷ്യൻ അവിടെ പോയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് പോലും, ഖുദ് ബിയദീ ഖുദ് ബിയദീ. ഇവര് സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു സ്വലാത്താണത്. നബിതങ്ങളെ വിളിച്ചുകൊണ്ട് തേടുന്ന സ്വലാത്ത് അരുത് സഹോദരാ. അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ വിളിച്ചുകൊണ്ട് തേടിക്കൊണ്ടൊരു സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇവരിതാ സ്വലാത്തിനകറന്ന് പറഞ്ഞ് 10,000 വിളിച്ചു കൂട്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ അവരിൽ നിന്ന് വാങ്ങി അവരുടെ ഈമാനും പണവും പോക്കറ്റടിപ്പിച്ചിട്ട് അതാ പ്രാർത്ഥിക്കുന്നു, യാ റസൂലല്ലാ അദ്രിക്നി ഖുദ് ബിയദീ ഖല്ലത് ഹീലതീ. രക്ഷിക്കണേ നബിയേ, കൈപിടിക്കണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുന്നു. അതേപോലെ ഈ വലിയ മനുഷ്യൻ, ഇവർ പറയുന്നയാള് അവിടെ ചെന്നിട്ട് ഖുദ് ബിയദീ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതാ ഒരു കൈ ഇങ്ങനെ നീണ്ടുവന്നു. ഈ ചെന്ന മനുഷ്യൻ മുറുക്കി പിടിച്ചു, കിട്ടിപ്പോയി, റസൂലിന്റെ കൈ കിട്ടിപ്പോയി എന്ന നിലക്ക് മുറുക്കി പിടിച്ച് ഇടയ്ക്ക് ഇയാളൊന്ന് ആ കൈയൊന്ന് കാണാൻ വേണ്ടി കണ്ണൊന്ന് തുറന്നപ്പോൾ തന്റെ കൈപ്പത്തിയിലേക്ക് നീണ്ടുവന്ന് താൻ മുറുക്കി പിടിച്ചിരിക്കുന്ന കൈ റസൂലുള്ളാന്റെ കൈയല്ല, ശൈഖ് അബൂബക്കറിന്റെ കൈയാണ്. അള്ളാന്റെ റസൂലിന്റെ കൈ കൊടുക്കേണ്ട സ്ഥാനത്ത് അബൂബക്കറിന്റെ കൈ വെച്ച് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ,
ഈ സമുദായം അള്ളാന്റെ റസൂലിനെ എത്രയാണ് നിന്ദിക്കുന്നത്, ഇവരെത്രയാണ് റസൂൽ തങ്ങളെ ആക്ഷേപിക്കുന്നത്. സന്യാസിമാരുടെ മുടിയേക്കാളും നീളമുള്ള മുടി അതേ മാറിലൂടെ നെഞ്ചിലൂടെ പിൻഭാഗത്തേക്ക് തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു കോലം. അള്ളാന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കാനോ സങ്കല്പിക്കാനോ ആകുമോ? ഈ രൂപത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്ന കക്ഷികൾ ഇവരാണ് പറയുന്നത്, ഓ മുജാഹിദേ, നിങ്ങൾ നബിതങ്ങളെ നിന്ദിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം എത്രത്തോളം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബത്തിനെയും കവർച്ചക്കാരൻ എന്നുവരെ പറഞ്ഞ ആളുകളല്ലേ കാന്തപുരത്തിന്റെ പരമ്പരയിലുള്ള മുസ്ലിയാക്കന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവർച്ച ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു എന്നുവരെ എഴുതിയിട്ടുള്ള മുസ്ലിയാക്കന്മാരല്ലേ കാന്തപുരത്തിന്റെ കണ്ണിയിൽ സനദിലുള്ള പരമ്പരയിലുള്ള ആളുകൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി എന്നുവരെ എഴുതിവിട്ട റഹ്മത്തുള്ള ഖാസിമിയെ പോലെയുള്ള അപ്പുറത്തെ സമസ്തക്കാരെ, നിങ്ങളുടെയും വിശ്വാസത്തിൽ തകരാറാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിന്ദിക്കുന്ന വർത്തമാനം പറയുന്ന, മോശപ്പെടുത്തുന്ന വർത്തമാനം പറയുന്ന ഒട്ടേറെ കള്ളക്കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എത്രയാ നുണകൾ പറയുന്നത്. അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നു. അവിടുന്ന് പറഞ്ഞിട്ടാണത്രേ ശൈഖ് അബൂബക്കറിന് മുടി കിട്ടിയത്, അറബി അബൂബക്കറിന് മുടി കൊടുത്തത്. റസൂൽ തങ്ങൾ പറഞ്ഞുവത്രേ അബൂബക്കറിന് കൊടുക്കണം. മാത്രമല്ല കുണ്ടൂര് ശൈഖ് എന്ന് പറയുന്ന ശൈഖ് മദീനത്തേക്ക് പോയപ്പോൾ കുണ്ടൂരിലുള്ളവര് ആ മനുഷ്യൻ മദീനത്തേക്ക് പോയപ്പോൾ പറഞ്ഞു പോലും ഞാനിനി തിരക്ക് കൊണ്ട് ഇങ്ങോട്ട് വരൂല. അങ്ങനെ ഒരിക്കൽ മാറി നിൽക്കുമ്പോൾ, തിരക്ക് കൊണ്ട് അവിടെ പോകാതെ മാറി നിൽക്കുമ്പോൾ നബിതങ്ങൾ വിളിക്കുന്നു, വാ അബ്ദുൽ ഖാദിറേ, നീ എന്താ വിട്ടു നിൽക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല തങ്ങളെ തിരക്ക് കൊണ്ടാ വരാത്തതെന്ന്. അതൊന്നും സാരമില്ല അബ്ദുൽ ഖാദിറേ, നിനക്ക് വേണ്ടപ്പെട്ട ആളിവിടെ ഉണ്ടാകുമ്പോ എന്തിനാ മാറി നിൽക്കുന്നത്? ആരാണീ വേണ്ടപ്പെട്ടയാളെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ ഹുനാക ശൈഖ് അബൂബക്കർ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗളേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗളയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിക്ക് പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗളയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ ഈ പറയുന്നത്. എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ സാഹിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഹുനാക ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. ശൈഖ് അബൂബക്കറാ നിൽക്കണത്. പിഴച്ചുപോയില്ലേ? കുഫ്രിയത്തിലേക്കല്ലേ, കുഫ്റല്ലേ പറയുന്നത്? ഒരു മുസ്ലിമിന് അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വേണ്ടപ്പെട്ടയാൾ ആരാണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുഅ്മിനാണോ, മുസ്ലിമാണോ, വിശ്വാസിയാണോ? ഒരാൾക്ക് അവന്റെ സ്വന്തം ശരീരത്തെക്കാളും സ്നേഹം ഉണ്ടാകേണ്ട നേതാവ്
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ ഉമ്മമാരല്ലേ? അവര് നമ്മുടെ മാതാക്കളല്ലേ? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള സ്ഥലത്ത് ഒരു വിരിക്കപ്പുറത്ത് എത്ര കൊല്ലമാ താമസിച്ചത് ഉമ്മമാരെ? അയിലക്കാട്ട ചാറത്തിൽ പോയി കരയുന്ന ഉമ്മ, കരയുന്ന പെങ്ങളെ, പുത്തൻപള്ളിയിൽ പോയി കരയുന്ന ഉമ്മ പെങ്ങന്മാരെ, പുതുപന്നാനിയിൽ പോകുന്നവരെ, പലയിടത്തേക്കും പോകുന്നവരെ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ ലോകത്തെ ഏറ്റവും വലിയ നേതാവിന്റെ അടുത്ത് 40 കൊല്ലമാണ് അവിടെ താമസിച്ചത്. നമ്മുടെ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം 40ഓളം കൊല്ലം ജീവിച്ച നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ ഒരിക്കലെങ്കിലും ആ ഖബറിന്റെ സമീപത്ത് പോയിട്ട് അവിടെ പോയി തടവിയിട്ടില്ല, വിളക്ക് കത്തിച്ചിട്ടില്ല, ജാറം മൂടിയിട്ടില്ല, അവിടെ പോയി ചുംബിച്ചിട്ടില്ല, കൈയൊന്ന് നീട്ടിത്തരൂ റസൂലേ എന്ന് പറഞ്ഞിട്ടില്ല, ഫാത്തിമ ബീവി പറഞ്ഞിട്ടില്ല, ഉമ്മു സലമ ബീവി, അതേ എത്രയോ നേതാക്കന്മാര് കഴിഞ്ഞു പോയില്ലേ? ആർക്കെങ്കിലും അതിന് സാധിച്ചുവോ? ആരെങ്കിലും അത് ചെയ്തുവോ? അവർക്കൊന്നും റസൂലുള്ളാഹിയുടെ കറാമത്തിൽ വിശ്വാസമില്ലേ? മുഅ്ജിസത്തിൽ വിശ്വാസമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതിസന്ധി, ഓരോ ഘട്ടങ്ങളിലും സഹാബത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് അയിലക്കാട്ടുകാരൻ മുരീദിനോട് പറഞ്ഞതുപോലെ, ഇദാ وقعت في شدة بعد مماتي فنادني يا رسول الله. ആയിഷ, അബൂബക്കറേ, ഉമറേ, ഉസ്മാനേ, ഓ പ്രിയപ്പെട്ട പുതിയാപ്പിളയായ അലി, ഉസ്മാനേ, അതുപോലെ തന്റെ ഭാര്യയുടെ ഉപ്പയായ അമ്മോശൻ കൂടിയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ആയിഷ ബീവിയുടെ ഉപ്പയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട്, അതേ സ്വന്തം ഭാര്യമാരോട്, മരുമക്കളോട്, പുതിയാപ്പിളമാരോട്, അമ്മോശന്മാരോട് ഒരാളോടെങ്കിലും പറഞ്ഞുവോ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ മരണശേഷം പ്രതിസന്ധി നിങ്ങൾക്ക് നേരിട്ടാൽ ഫനാദിനി, എന്നെ വിളിച്ചോളണം, ഞാൻ വരും, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതേ ആയിഷ റളിയല്ലാഹു അൻഹാ എത്ര പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നുപോയി, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നുപോയി, സഹാബത്തൊക്കെ കടന്നുപോയി, താബിഈങ്ങൾ കടന്നുപോയി. ഒരാളും അതിനു വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് പോയിട്ടോ അല്ലാതെയോ, അല്ലാഹുവിന്റെ റസൂലേ എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ എന്നവര് വിളിച്ചിട്ടില്ലല്ലോ. എന്താണ് സുന്നത്ത് ജമാഅത്ത്? അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ, അതാ സുന്നത്ത് കൊണ്ട് ഉദ്ദേശം. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അവരുടെ വീക്ഷണങ്ങൾ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാന അലൈഹിൽ യൗം വസ്വഹാബി. ആ ചിന്താധാരയുമായി, ആ വിശ്വാസവുമായി ഇവിടെ ആർക്കാണ് പൊരുത്തമുള്ളത്? മുജാഹിദുകൾക്കാണോ? അപ്പുറത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്കാണോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണേ. മന്ത്രത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? മന്ത്രവും നിങ്ങളും തമ്മിൽ സുന്നത്ത് ജമാഅത്തിന്റെ മന്ത്രന്മാരാ മന്ത്രിക്കുന്നത്. ആരാണ് ആ വിഷയത്തിൽ പുറത്ത്, ആരാണ് ആ വിഷയത്തിൽ അകത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മന്ത്രങ്ങളൊക്കെ മുജാഹിദുകൾ ചെയ്യുന്നു. രോഗം വന്നു കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്ത് എല്ലാവരും ശ്രദ്ധിച്ചോളണേ. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു വേദന വന്നാൽ, വേദന വരുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്ത് എന്താണ്? വേദന വരുന്ന സ്ഥലത്ത് നിന്റെ കൈവച്ചോ, എന്നിട്ട് ബിസ്മില്ലാ 3 തവണ ചൊല്ലിക്കോ. പിന്നെയോ അഊദു ബില്ലാഹി
മിൻ ശർരി മാ ജിദു വ ഉഹാദിറു. റബ്ബേ, എനിക്ക് അനുഭവപ്പെടുന്ന, ഞാൻ പേടിക്കുന്ന സർവ്വവേദനയുടെ ശർറിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് 7 തവണ നീ ചൊല്ലിക്കോ. സഹാബത്ത് പലരും അത് പരീക്ഷിച്ചവരാണ്. മുസ്ലിമേ, രോഗികളായാൽ ഹോസ്പിറ്റലിലേക്ക് അതേ ചികിത്സ നടത്തുന്നതിന്റെ കൂടെ ആ മരുന്ന് നമുക്ക് ഫലിക്കണ്ടേ? ഡോക്ടർക്ക് നല്ല മരുന്ന് എഴുതാൻ തോന്നണ്ടേ? നമുക്ക് രക്ഷ വേണ്ടേ? അള്ളയാണ് നൽകുന്നവൻ. അതിനല്ല പറഞ്ഞത് രോഗം വന്നാൽ നീ ഖബറിനെ സമീപിച്ചോ എന്നല്ല. രോഗം വന്നാൽ ചികിത്സിക്കണം, ഭൗതികമായ ചികിത്സ ചെയ്യണം, ആത്മീയ ചികിത്സയും ചെയ്യണം. ആത്മീയ ചികിത്സ എന്താണ്? ജാറത്തിൽ പോകലല്ല, ദർഗയിലെ കൊടിയെടുത്ത് തടവലല്ല, അവിടെ വിളക്ക് കൊളുത്തലല്ല, അവിടെ ജാറം മൂടലല്ല, അവിടെ എണ്ണയൊഴിച്ച് തിരിയൊഴിച്ച് കത്തിരി വെച്ച് കത്തിക്കലല്ല. ആ രൂപത്തിലുള്ള ഒന്നുമല്ല. മറിച്ച് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ദിക്റുകൾ ചൊല്ലിക്കോ. ദുആയിരുന്നു. ഒരു രോഗിയുടെ സമീപത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ, നമുക്ക് കൈവക്കാവുന്ന രോഗിയാണെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാൻ ലാ യുഗാദിറു സഖമാ. ഒരു വേദനയും ബാക്കിയാകാത്ത നിലക്ക് ശിഫ നൽകണേ അല്ലാ. നീയാണല്ലോ ശിഫ നൽകുന്നവൻ, നീയല്ലാതെ ശിഫ കൊടുക്കുന്നവരില്ലല്ലോ. ഈ ദുആ പറയാൻ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് നമ്മൾ പ്രയോഗവൽക്കരിക്കാറുണ്ടോ? അത് നമ്മൾ ചെയ്യാറുണ്ടോ? അതെ, അങ്ങനെ ഇസ്ലാമിന്റെ ഒട്ടേറെ പ്രത്യേകമായ ദുആകൾ, ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെയും മറന്നുകൊണ്ട് എവിടേക്കാ മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്? കാവുകളിലേക്കാണോ? ദർഗകളിലേക്കാണോ? പൂജാരികളുടെ അടുത്തേക്കാണോ? സാഹിര്യങ്ങളുടെ അടുത്തേക്കാണോ? അതെ, ഈ രൂപത്തിൽ മഷിനോട്ടക്കാരുടെയും പിഞ്ഞാണമെഴുത്തുകാരുടെയും പരരൂപത്തിലുള്ള കോഴിമുട്ടയിലും കരിക്കിന്മേലുമൊക്കെ ദുർമന്ത്രങ്ങൾ നടത്തുന്നവരുടെ അടുത്തേക്കാണോ? നൂല് ജപിച്ചൂരി മന്ത്രിക്കുന്നവരുടെ അടുത്തേക്കാണോ? ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൽ അതൊന്നുമില്ല. അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ചെയ്തോ. അതാണ് സുന്നത്ത് ജമാഅത്ത്. സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ്. ദിക്റാണെന്ന് പറഞ്ഞിട്ട് ചില അട്ടഹാസങ്ങൾ, ലാ ലാ അല്ലാ അല്ലാ ഇല്ലാ ഇല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കൂട്ട ഒച്ചകൾ, ആഹ് ആഹ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഒരമ്പലുകൾ, ലാ കണ്ണയില്ലല്ലാ ലാ നാക്കയില്ലല്ലാ ലാ ഐനയില്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതേ ചുമ പിടിച്ച ഒരു മനുഷ്യനോട് അമ്പംകുന്നില ബീരാനൗലിയപ്പാപ്പ കൊടുത്ത ദിക്റെന്താണ്? ചുമയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ബീരാനൗലിയപ്പാപ്പ മുരീദിനോട് പറയുന്ന പോലും, നിന്റെ ചുമ പോകാൻ, നിന്റെ കൊര പോകാൻ 1,00,000 വട്ടം നീ ഒരു ദിക്ർ ചൊല്ലിക്കോ. എന്താണ് ആ ദിക്ർ? ലാ കൊര ഇല്ലല്ലാ. നല്ല ദിക്റല്ലേ? ചിന്തിക്കിൻ ഉമ്മമാരെ, ചിന്തിക്കിൻ ഉപ്പമാരെ, നിങ്ങൾ വെറുക്കല്ലേ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിന്ന് പുറത്താക്കുന്നതിന്റെ മുമ്പ് ഈ മുസ്ലിയാക്കന്മാരോടൊന്ന് ചോദിക്കൂ, അള്ളാഹുവിന്റെ റസൂൽ എവിടെ അങ്ങനെ ഒരു ദിക്ർ? ലാ ലാ അല്ലാ അല്ലാ ഇല്ലാ ഇല്ലാ ആഹ് ഹൂ ഹൂ യാമൻ ഹൂ. ഇതൊക്കെ ആര് പഠിപ്പിച്ചത്? എത്ര ദിക്റുണ്ട് നമുക്ക് ചൊല്ലാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകൾ, ദുആകൾ നമുക്കില്ലേ? പക്ഷേ അതിനെയൊക്കെയും മാറ്റിവെച്ചിട്ട് വേറെ എന്താ ചൊല്ലുന്നത്? ഇസ്ലാം പഠിപ്പിച്ചതൊക്കെ മാറ്റി കെഞ്ചുല്ലർസിന്റെ പിന്നാലെ, നാരിയ സ്വലാത്തിന്റെ പിന്നാലെ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പല പ്രത്യേകമായ നബി തങ്ങളെ വിളിച്ചുകൊണ്ടുള്ള സലാത്തുകളും, അതിരിക്കിനി യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ ഖല്ലത്തി ഹീലത്തി തുടങ്ങിയ ഒട്ടേറെ സലാത്തുകൾ ആര് പഠിപ്പിച്ചു? എത്ര അർത്ഥത്തിൽ, എത്ര രൂപത്തിലുള്ള വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നു. അതെ, അതൊക്കെ മാറ്റിവെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തോട് യോജിക്കുന്ന സ്വലാത്തുകളാണ് നിർവഹിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കണ്ടോ, സ്വലാത്ത് വിരോധികളാണ്, ഖബർ സിയാറത്തില്ലാത്തവരാണ്. ഖബറുകൾ പോയി ഈ രൂപത്തിൽ ചെണ്ടമുട്ടും കോൽക്കളിയും അതുപോലെ തന്നെ ഗജവീരന്മാരും ചേറ്റുവയിൽ അപകടങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ പലയിടത്തുമുണ്ട്, പല സ്ഥലങ്ങളിലും ജാറങ്ങളോടനുബന്ധിച്ചുകൊണ്ട് ചെണ്ടയും കുഴലോത്തുമുണ്ട്. ഇപ്പൊ ചിലരൊക്കെ ഇതാ ഇവിടത്തെ ഈ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. മഹല്ല് കമ്മിറ്റിക്കാര് പ്രസിദ്ധീകരിച്ച
പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നു, ഇതൊക്കെ നമ്മുടെ പേരിൽ വെച്ച് കെട്ടാൻ പുത്തൻവാദികൾ ശ്രമിക്കാറുണ്ട്. ഓ പള്ളി കമ്മിറ്റിക്കാരെ, നിങ്ങൾ എവിടെയാ ജീവിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മുസ്ലിയാക്കന്മാരെ തന്നെ തള്ളിപ്പറയേണ്ടി വന്നുവോ? അതേ, ഒന്ന് കോഴിക്കോടടുത്ത് ചാലിയത്ത് പോകൂ. ചാലിയത്ത് നിങ്ങളുടെ ഭാഷയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശാലിയാത്തിയില്ലേ? ആ ശാലിയാത്തി എന്ന് പറയുന്ന സമസ്തയുടെ വലിയ നേതാവ് എന്താ ഫത്വ കൊടുത്തത്? ചെണ്ടമുട്ടിക്കോ, കുഴൽ വിളിച്ചോ, അതിനൊന്നും ഒരു തകരാറുമില്ല. ചെണ്ടമുട്ടും കുഴലൂത്തുമൊക്കെ അനാചാരമാണെന്ന് സുന്നികൾ പറയുന്നു എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ശാലിയാത്തി സുന്നിയാണോ പുത്തൻവാദിയാണോ? മറുപടി വരുമ്പോൾ പറയണം. ഇത് പലയിടത്തുനിന്ന് ചോദിച്ചിട്ട് കിട്ടാത്തോണ്ട് അവിടെ വന്നിട്ടും ചോദിക്കണത്. അവിടെ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇവരെ പേരിൽ കെട്ടിവെക്കുകയാണല്ലോ. ഞങ്ങൾക്ക് ഈ പരിപാടി ഒന്നുമില്ല, അപ്പൊ ഇവരെ ഒഴിഞ്ഞു മാറുക. അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും കഴിയൂല. നിങ്ങളുടെ വലിയ ഹോജമാരായി പറയുന്നത് ഒരു കുഴപ്പമില്ല. മമ്പറത്തെ തങ്ങളുടെ അടുത്തേക്ക് ബാൻഡ് മുട്ടാന്ന് മൂപ്പര് അനുവാദം കൊടുത്തതാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇന്നും മമ്പറത്തുനിന്ന് ഇങ്ങനെ എല്ലാ രൂപത്തിലുള്ള ജാടകളോടെ, എല്ലാ രൂപത്തിലുള്ള കുരുത്തോലകളും ആഘോഷങ്ങളുമായി കൊണ്ടല്ലേ മുട്ടിയറക്കൽക്ക് വരുന്നത്. മുട്ടിയറക്ക പള്ളിയിൽ ഖത്തീബ് വെള്ളിയാഴ്ച ഖുതുബ ഇങ്ങനെ നിർവഹിക്കുമ്പോൾ എല്ലാവരും പുറത്തിങ്ങനെ മുട്ടിയറക്കൽക്ക് വരുന്ന അമ്പലത്തിലെ ആ രൂപത്തിലുള്ള പ്രത്യേകമായ ചാട്ടത്തിന്റെയും തുള്ളലിന്റെയും ആളുകളെ നോക്കിയിരിപ്പ. കാരണം ആൾക്കാർക്ക് മനസ്സിലായി, ഇച്ചങ്ങായി മിമ്പറമെന്ന് ഈ പാട്ട് കേൾക്കണിനേക്കാണ് നല്ലത് ഇതെങ്കിലും കാണാലോ. കാരണം എന്താ വെച്ചാൽ ശാലിയാത്തി ഫത്വയും കൊടുത്തിട്ടുണ്ടല്ലോ. ചെണ്ട കുഴപ്പമില്ല, കുഴലൂത്ത് കുഴപ്പമില്ല, പിന്നെന്താപ്പോ അത് കണ്ടൂടെ? അത് നല്ലൊരു കാര്യല്ലേ, ശാലിയാത്തി ഫത്വ തന്നതല്ലേ. അല്ലെങ്കിലും ഈ മിമ്പറം വന്നിട്ട് ഇങ്ങനെ നീട്ടിപ്പാടിയിട്ട് എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയതായി തെളിയിക്കാമോ മുജാഹിദേ? ഞങ്ങൾ ഒരുപാട് കാലമായി വെല്ലുവിളിക്കുന്നു എന്ന് ചില ചങ്ങാതിമാരിങ്ങനെ പറയുന്നുണ്ട്. തിരിച്ച് നിങ്ങളോടും കുറെ കാലായി ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തിൽ നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ, ഏതെങ്കിലും ഒരു പള്ളിയിൽ അവിടുന്ന് നടത്തിയ ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലായിരുന്നു എന്ന് തെളിയിക്കാമോ? ആ ചോദ്യത്തിനും ഇന്ന് വരെ ഒരു ജവാബും ഇല്ല. എന്താ മറുപടി? മറുപടി മുജാഹിദുകൾ പയച്ചോരാണ്. ഒരു മിമ്പറമ കയറിയിട്ട് മാർക്കറ്റിലെ വർത്താനാ പറയാ. ഞങ്ങൾ മാർക്കറ്റിലെ വർത്താനവും പറയും. എന്താ? മാർക്കറ്റിലേക്ക് പോകുമ്പോ ദിക്ർ ചൊല്ലണം എന്ന് ഞങ്ങൾ മിമ്പറം എന്ന് പറയും. മാർക്കറ്റിലേക്ക് പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. മാർക്കറ്റ് ശൈത്താന്റെ കൂത്തരങ്ങാണ്. അവിടെ ശൈത്താന്റെ ദുർബോധനങ്ങൾ ഏറെ നടക്കുന്ന സ്ഥലമാണ്, തോന്നിവാസം നടക്കുന്ന സ്ഥലമാണ്. മാർക്കറ്റിലേക്ക് പോകുമ്പോഴും ദിക്ർ വേണേ. മാർക്കറ്റിൽ അനാവശ്യമായി കറങ്ങരുതേ. പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടം പള്ളികളാണ്, അവന് ഏറ്റവും വെറുപ്പ് അങ്ങാടികളാണ്. ഇതും ഞങ്ങൾ പറയാറുണ്ട്. ജീവിതത്തിൽ മുസ്ലിമിന് ആവശ്യമുള്ളതൊക്കെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ട് യുദക്കിറുന്നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അതേ, അത് കേൾക്കാൻ നബി തങ്ങളുടെ പള്ളിയിൽ സ്ത്രീകളും വരാനുണ്ടായിരുന്നു, നിസ്കാരത്തിനും വരാറുണ്ടായിരുന്നു. കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിയാതിൻ ബിമുറൂതിഹിന്ന വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന الصലാ വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളിയിൽ അവിടുത്തെ പിന്നിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടി സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾ പോയിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ടവർ മടങ്ങിപ്പോരുമ്പോൾ ഇരുട്ട് കാരണത്താൽ ഏതാണി പോകുന്ന വനിത എന്ന് പോലും അറിയാത്തത്ര ഇരുട്ടുള്ള നേരം. ഇതിന് വിശദീകരണം കൊടുത്തപ്പോൾ ഞാൻ ഈ കേൾപ്പിച്ചൊരു സ്വഹീഹായ ഹദീസല്ലേ. ഓ പള്ളിയിലെ മുസ്ലിയാരെ, നിങ്ങൾ എന്തിനാണ് മൂടി വെക്കുന്നത്? ഇത് ഹദീസിലുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ പറയും അതൊക്കെ പണ്ടത്തെ കാര്യമാണ്. ഹിജാബിന്റെ ആയത്തെന്ന് പറഞ്ഞിട്ടൊരായത്തുണ്ട്, വലിയൊരായത്ത്. അതങ്ങട്ട് ഇറക്കിയതിന്റെ ശേഷം പിന്നെ ഒരൊറ്റ പെണ്ണും പോയിട്ടില്ല. എന്നാ നിങ്ങൾ ജനങ്ങളോട് പറയണം, ഏതാണ് ആ ഹിജാബിന്റെ ആയത്ത്? അതേത് കൊല്ലമായി ഇറക്കിയത്? ആയത്ത് ഏത് സൂറത്തിൽ എത്രാമത്തെ നമ്പറാണ്? എങ്കിൽ അതാ
ഞങ്ങളുടെ സാധാരണ പ്രവർത്തകന്മാര് നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങളൊരു കൊല്ലം പറയൂ, ആ കൊല്ലത്തിന്റെ ശേഷം പോയത് ഞങ്ങൾ അങ്ങ് തെളിവ് തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ ശേഷം ഇനി ഒരായത്തിറങ്ങുമോ? ഇല്ല എന്നുറപ്പല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ ശേഷവും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അടക്കമുള്ള നബിതങ്ങളുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, അതേ അവര് പള്ളിയിൽ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം ഇഴ്തികാഫിരിക്കുന്നു. ഞെട്ടുന്നുവോ മുസ്ലിയാരെ? ഒരു നേരത്തെ പള്ളിയിൽ പോയാൽ നിങ്ങളെന്തൊക്കെ തെറിയാ പറയുന്നത്? പള്ളിയിലേക്ക് മൗലവിമാര് കൊണ്ടുപോകുന്നു, അനാവശ്യം നിങ്ങൾ ഇതിന്റെ പേരിൽ പറയുന്നില്ലേ? അതേ മൗലവിമാർക്ക് എന്തോ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നില്ലേ? മുജാഹിദിന്റെ പള്ളിയിൽ അതേ ഫാമിലി റൂം വേറെയുണ്ടെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നില്ലേ? അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ഫാമിലി റൂം മാത്രമല്ല, ഫാമിലിക്ക് സ്ത്രീകൾക്ക് പോകാനായി മാത്രം ഒരു വാതിലുണ്ടേ. ഇന്നും ഉണ്ടേ, അന്നും ഉണ്ടേ. ബാബുന്നിസാ, സ്ത്രീകൾക്ക് മാത്രമേ അതിലൂടെ പ്രവേശനമുള്ളൂ. മദീനത്തെ പള്ളിയിലില്ലേ, മക്കയിൽ പെണ്ണുങ്ങളില്ലേ, ബൈത്തുൽ മുഖദ്ദസിലില്ലേ, ലോക മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതേ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നില്ലേ? സിംഗപ്പൂരിലില്ലേ, മലേഷ്യയിലില്ലേ? നിങ്ങൾ ഷാഫി മദ്ഹബാണ്, അവിടെ ഞങ്ങളുടെ അഖീദയാണെന്ന് പറയുന്ന രാജ്യമായതുകൊണ്ടാ ചോദിക്കുന്നത്. ഈ ഉള്ളവൻ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ പോകാൻ തൗഫീക്ക് കിട്ടിയപ്പോൾ അതേ മുജാഹിദിന്റെ പള്ളികളെ പോലെ നിങ്ങളുടെ ഷാഫി മദ്ഹബുകാരന്റെ പള്ളികളിലതാ ഫാമിലി റൂം വേർതിരിച്ച് കർട്ടനിട്ട് കൊടുത്തിരിക്കുന്നു. 5 നേരവും പെണ്ണുങ്ങൾ പള്ളിയിൽ വരുന്നു. അവിടുത്തെ മുഴുവൻ പള്ളികളിലും അതാ ഖുതുബ നടക്കുന്നത് മലായി ഭാഷയിലാണ്, അവിടുത്തെ മലേഷ്യൻ ഭാഷയിലാണ്. ഓ ഷാഫി മദ്ഹബുകാരാ, ഷാഫി മദ്ഹബാണ് മലേഷ്യയിലും സിംഗപ്പൂരിലും എന്ന് നിങ്ങൾ പറയുമ്പോ അവർക്ക് തിരിയാത്തൊരു മദ്ഹബാണോ നിങ്ങൾക്ക് തിരിഞ്ഞത്? അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണോ നിങ്ങൾക്ക് തിരിഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ഈ ജനങ്ങളെ പറ്റിക്കുന്നത്? കേരളത്തിലെ ഏതാനും ചില പള്ളികളിലല്ലാതെ ലോകത്തൊരിടത്തും പെണ്ണ് പോകുന്നില്ല. മീഡിയകളുടെ മുമ്പിൽ കള്ളം പറഞ്ഞ മുസ്ലിയാറല്ലേ നിങ്ങളുടെ നേതാവ്? ആ നേതാവിനെ തന്നെ അറിയാമല്ലോ. ലോക മുസ്ലിമീങ്ങൾ ഉള്ളയിടത്തൊക്കെ അതേ സ്ത്രീകൾ നിസ്കാരത്തിന് പോകുന്നുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷേ പുരുഷനെ പോലെ അവർക്ക് നിർബന്ധമില്ല. പോയാവർക്കും കൂലിണ്ട്, പോണെന്ന് നിർബന്ധിച്ചിട്ടില്ല. പോയാവർക്കും പുണ്യുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബ, അവിടുത്തെ പിന്നിലുള്ള നിസ്കാരം, ഇതൊക്കെയും സഹാബാ വനിതകളും കേട്ടവരാണ്, പഠിച്ചവരാണ്. ഈദ്ഗാഹുകളിലേക്ക് അവർ പോയവരാണ്. അതേ ആർത്തവമുള്ള പിരിയേഡിൽ പോലും സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും ഈദ്ഗാഹുകളിലേക്ക്, പള്ളിയിലേക്കല്ല, പള്ളിയിൽ കയറാൻ പാടില്ലാത്ത സന്ദർഭങ്ങളിൽ പോലും, നിസ്കാരമില്ലാത്ത നേരത്ത് പോലും പുറത്ത് സംഘടിപ്പിക്കുന്ന മൈതാനിയിലെ നിസ്കാരത്തിന്റെ ആ മജ്ലിസിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈദ്ഗാഹുകൾ പുറത്ത് വെച്ച് നടത്തുന്നതിന് പരിഹസിക്കുന്ന കക്ഷികളുണ്ട്. സ്ത്രീകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് ഹറാമാക്കുന്ന കക്ഷികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശവുമായി ഇവർക്ക് എന്താ ബന്ധമുള്ളത്? പ്രിയപ്പെട്ടവരെ, സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? അത് നമ്മുടെ ജീവിതത്തിൽ കാണണ്ടേ, വിശ്വാസത്തിൽ കാണണ്ടേ, കർമ്മരംഗത്ത് കാണണ്ടേ. ഇതൊക്കെ ആരോട് വാശി തീർക്കാനാണ്? ആരോടുള്ള പക തീർക്കാനാണ് ഈ സത്യത്തെ മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത്? പടച്ചറപ്പിന്റെ കോടതിയിൽ ഞാനും പോയി നിൽക്കും, നിങ്ങളും പോയി നിൽക്കും, എല്ലാവരും പോയി നിൽക്കുമല്ലോ. നമുക്ക് മരിച്ചു പോയിട്ട് അങ്ങനെ പോയി നിൽക്കണ്ടേ? അവിടെ രക്ഷ വേണ്ടേ? അതിനെന്ത് വേണം? അതിനെന്ത് വേണം?
അതിനുള്ള രക്ഷാസരണിയാണ് സുന്നത്ത് ജമാഅത്ത്. ആ രക്ഷാസരണിയുടെ പേരാണ് സുന്നത്ത് ജമാഅത്ത്. അതിലെ കക്ഷികളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അതിന്റെ കുത്തക വെറുതെ അവകാശപ്പെടണ്ട, സത്യവുമായി തട്ടിച്ചു നോക്കൂ. എന്താണ് സുന്നത്ത് ജമാഅത്ത്? ഇന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും പുലർത്തിപ്പോന്നവയും ഒന്ന് തട്ടിച്ചു നോക്കൂ. എന്നിട്ട് വിലയിരുത്തൂ, നന്നായി ചിന്തിക്കൂ. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ അതേ മാർഗമുള്ളൂ. അതിനെന്ത് വേണം? നമ്മുടെ വിശ്വാസം നന്നാക്കണം, കർമ്മം നന്നാക്കണം, സർവ്വതോന്നിവാസങ്ങളോടും വിട പറയണം, വീടുകളിലുള്ള ശൈത്താന്റെ പെട്ടി ഓഫ് ചെയ്യണം, സിനിമാ രംഗത്തേക്ക് തിരിയരുത്. എത്രയോ വീടുകളിൽ കുടുംബ കലഹങ്ങൾ ഉണ്ടാകാൻ ഈ സീരിയലുകൾ കാരണമാണ്. പെണ്ണിന്റെ നൃത്തം കാണുന്നു, ഡാൻസ് കാണുന്നു, ആട്ടം കാണുന്നു, പാട്ട് കേൾക്കുന്നു, സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു. മുസ്ലിമേ, അല്ല തന്ന ഈ കണ്ണ് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടില്ലേ? ഈ കാത് അല്ല തന്നതല്ലേ? എന്ത് കേട്ടു എന്ന് മറുപടി പറയണ്ടേ? പണം അല്ല തന്നതല്ലേ? എവിടെ നിന്ന് കിട്ടി അങ്ങോട്ട് ചെലവഴിച്ചു എന്ന് പറയേണ്ടതല്ലേ? ആ നിലക്ക് സൂക്ഷിക്കാവുന്ന നിലക്കൊക്കെ സൂക്ഷിക്കുക. എത്രയോ അബദ്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകുന്നു. കഴിയുന്നത്ര സൂക്ഷിക്കൂ, കഴിയുന്നത്ര അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വീടുകളൊക്കെ നരകങ്ങളായി മാറുന്ന അവസ്ഥയാണ്. ഭാര്യാഭർത്താക്കൾ തമ്മിൽ പോര്, മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ല, കുടുംബ ബന്ധങ്ങൾ വഷളാകുന്നു, ആരും ആരെയും പരിഗണിക്കുന്നില്ല. എല്ലാവരും അവരവർക്ക് കിട്ടേണ്ടതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതെന്ന് എന്നാലോചിക്കുന്നില്ല. ഭാര്യമാര് ചിന്തിക്കുന്നു, ഭർത്താവിന്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല, ഭർത്താവിന് ഞാൻ കൊടുക്കേണ്ടത് എന്തെന്ന് ഭാര്യ ചിന്തിക്കുന്നില്ല. ഭാര്യയുടെ അടുക്കൽ നിന്ന് കിട്ടുന്നില്ലെന്ന് ഭർത്താവിന് പരാതി. ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? എല്ലാവർക്കും കിട്ടേണ്ടതുള്ളതുപോലെ കൊടുക്കാനുമില്ലേ? അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടില്ലെങ്കിൽ കുടുംബം തകരും കേട്ടോ, നമുക്ക് രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ പഠിക്കണേ, ഹദീസ് പഠിക്കണേ. ഇതാ ഈ കാഞ്ഞിരമുക്കിലെ കരിങ്കല്ലത്താനിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ പള്ളിയിൽ പഠനത്തിന് സന്ദർഭങ്ങളുണ്ട്. പുരുഷന്മാർക്ക് ചാൻസുകളുണ്ട്, സ്ത്രീകൾക്ക് സൗകര്യങ്ങളുണ്ട്, പഠിപ്പിക്കാനുള്ള ഉസ്താദുമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഖുർആൻ പഠിക്കണേ, ഹദീസ് പഠിക്കൂ, സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കൂ. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഇൽമുള്ളവരാകണം. തെറ്റിദ്ധരിപ്പിക്കുന്ന കക്ഷികളുണ്ടാകും. അവരുടെ തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കാൻ നമുക്ക് ആവശ്യമായ ആയുധം ബോംബല്ല, വാളല്ല, കത്തിയല്ല, കുന്തമല്ല. നമ്മളോട് എതിർക്കുന്ന ഒരു കക്ഷിയോടും കൈബലം കൊണ്ട് നേരിടാനുള്ള ഒരു രൂപത്തിലുള്ള ശ്രമവും നമുക്കില്ലല്ലോ. ഒരാളെ ഉപദ്രവിക്കാനായി ഒരു പള്ളിയിലും ആ ലക്ഷ്യത്തോടെ ഒരു മൊട്ടുസൂചി പോലുമില്ലല്ലോ. മറിച്ച് ഏത് ശത്രുവിന്റെ മുമ്പിലും നമുക്ക് നിരത്തിവെക്കാനുള്ള ആയുധം ഖുർആനാണ്, ഹദീസാണ്. അത് ശരിക്കും പഠിച്ച് ഇൽമു നേടലാണ് ഏറ്റവും വലിയ ആയുധമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് ഇൽമു നേടിക്കൊണ്ട് നന്നായി പഠിച്ച് എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്, മഹ്ശറിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ കാര്യം ഞാനാണ് പറയേണ്ടത് എന്ന ബോധത്തോടുകൂടി മരണം എപ്പോഴും സംഭവിക്കാം, എവിടെയും സംഭവിക്കാം. എത്രയോ ആളുകൾ നമ്മുടെ കൂടെ ഉള്ളവർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലല്ലോ. നമ്മുടെ കുടുംബത്തിലെ എത്ര മെമ്പർമാരിന്ന് കൂടെയില്ല, അയൽക്കാരിലില്ല, കൂട്ടുകാരിലില്ല, ഉപ്പമാരിലില്ല, ഉമ്മമാരിലില്ല, കുടുംബങ്ങളിലില്ല. എല്ലാവരും ആറടി മണ്ണിലാണ്, അവരവിടെയുള്ള ജീവിതത്തിലാണ്. റബ്ബേ, അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ. സഹോദരങ്ങളെ, നാം എപ്പോഴും ദുആ ചെയ്യണം, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ഒരു വിദ്യാർത്ഥി, ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഏതാനും ദിവസം മുമ്പ് ഒരു കുളത്തിൽ വീണ്, ഒരു ജലസംഭരണിയിൽ വീണ് മരിച്ച വിവരം നിങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിഞ്ഞവരുമുണ്ടാകും. ആ ചെറുപ്പക്കാരൻ, ദീനീനിഷ്ഠയുള്ള ചെറുപ്പക്കാരൻ, അല്ലാഹുവേ ഒരു ഷഹീദിന്റെ പ്രതിഫലം നീ കൊടുക്കണേ നാഥാ, ഖബർ സന്തോഷത്തിലാക്കണേ. മുങ്ങി മരണം ഉഖറവിയായ ഷഹീദുകളുടെ കൂട്ടത്തിലാണ്. ആ രൂപത്തിലുള്ള ഒരു മരണമാണ് സംഭവിച്ചത്. പ്രിയമുള്ളവരെ,
അല്ലാഹു ആ വിദ്യാർത്ഥിയുടെ ഖബർ സന്തോഷത്തിലാക്കുമാറാകട്ടെ. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സബർ ക്ഷമ നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും മറ്റെല്ലാവരെയും എല്ലാവിധത്തിലുള്ള താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുരന്തങ്ങളിൽ നിന്ന് കാവൽ തരുമാറാകട്ടെ. രോഗങ്ങളല്ല ശിഫയാക്കുമാറാകട്ടെ. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ആദർശം തുറന്നു പറയാനുള്ള ധൈര്യവും ആർജവവും എന്തു തന്നെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും പടച്ച റബ്ബേ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നീ കനിഞ്ഞേകണേ നാഥാ. ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകണേ നാഥാ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് കരുത്ത് തരണേ. ഈമാനോടെ മരിപ്പിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നാഥാ ഈ ശ്രമം, ഇവിടെ നടന്നിട്ടുള്ള ഈ സംസാരം, ഇവിടെ ഈ ജനങ്ങൾ വന്ന് കൂടിയത്, അതേ നൂറുകണക്കിന് ആളുകൾ ഈ സ്ഥലത്ത് തടിച്ചുകൂടിയത് നാഥാ നിന്റെ ദീന് കേൾക്കാനാണ്, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനാണ്. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവർക്ക് നീ സൽബുദ്ധി കൊടുക്കണേ അല്ലാ. ഈ ആദർശത്തെ ശരിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് കൊടുക്കണേ നാഥാ. ഏത് സന്ദർഭത്തിലും പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് തുണയാകണം. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ ആളുകളും ആരൊക്കെയാണെന്ന് അല്ലാഹുവാണ് അറിയുന്നവൻ. സർവശക്തനായ റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.